ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്ന ആളുകളൊന്നും ഇന്നില്ല എന്ന് തോന്നുന്നു. ആദി, ഓക്കെ. ആദി ഇന്നലെ ഉണ്ടായിരുന്നു, സിൻഷ ഇന്നലെ ഉണ്ടായിരുന്നു. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വേഗം അങ്ങ് പറഞ്ഞിട്ടേ പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത്രയല്ലേ സമയമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലേ അതൊന്ന് ഡിസ്കസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് എങ്ങനെയെങ്കിലൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് എടുക്കാം. അധികം സി പ്രോഗ്രാമിംഗ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രോഗ്രാം എഴുതാൻ നിങ്ങൾ എന്തായാലും പഠിക്കണം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ കാണാവോ? ഓക്കെ, നമ്മൾ ഇന്നലെ സ്വിച്ച് കേസ് വരെയായിരുന്നു പറഞ്ഞത്. ഇന്ന് പറയാനുള്ളത് നമുക്ക് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. ലൂപ്പിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് വൈല്, ഡു വൈല്, ഫോർ ലൂപ്പ്, 3 ലൂപ്പാണ് വരുന്നത്. അത് മൂന്നിനും 3 രീതിയിലുള്ള സിന്റാക്സ് ആണ്. എല്ലാത്തിന്റെയും വർക്കിംഗ് സെയിം ആണ്. ലൂപ്പിംഗ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു റെപ്പിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു 1 to 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഓരോ തവണയും 1, 2, 3 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്കൊരു റിപ്പീറ്റേഷൻ കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ വൈൽ ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സിന്റാക്സ് വരുന്നത് ഒരു വൈൽ, ടെസ്റ്റ് കണ്ടീഷൻ, ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ് എന്നുള്ള രീതിയിലാണ്. നിങ്ങളിപ്പോ ഒരു 1 to 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുക്കാം, void മെയിൻ കൊടുക്കാം. മെയിൻ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു വാരിയബിൾ, ഐ ആണെങ്കിൽ ഐ, ഇൻറ്റ് ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. നിങ്ങൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുത്തു, void മെയിൻ കൊടുത്തു, ദെൻ കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം, ഇൻറ്റ് ഐ ഈക്വൽ ടു 0 എന്നോ 1 എന്താന്ന് വെച്ചാൽ ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വൈൽ ലൂപ്പിനകത്താണ് കണ്ടീഷൻ കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് 0 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊടുക്കാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആവുന്ന വരെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഐ എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്, printf, then %d, കോമ എന്ത് കൊടുക്കാം, ഐ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം, ഇത് സെമിക്കോളൻ ഇടാം. അതിനുശേഷം നമ്മളിപ്പോ ഇങ്ങനെ മാത്രമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൂപ്പ് എവിടെ വെച്ചിട്ടാണ് എക്സിറ്റ് ആവുക, ഈ ഒരു ലൂപ്പിന് എക്സിറ്റ് ഉണ്ടാവോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്ത എന്താണ്? ഈ ലൂപ്പിന് ഇതിന്റെ റിസൾട്ട് എന്താ വരിക ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആദി, പിന്നെ പ്രിന്റ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ നമ്മള് ഇവിടെ ഇൻറ്റ് ഐ എന്ന് പറഞ്ഞാൽ 0 കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇൻറ്റ് ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ഐ 0 ആയിട്ട് നമ്മൾ ആ ഒരു ഐനെ 1 ആക്കാനുള്ള ഒരു കണ്ടീഷൻ അവിടെ കൊടുത്തിട്ടുണ്ടോ? I less than or equal to 10, print
പെർസെൻറ്റേജ് ഡി കോമ ഐ സെമിക്കോളൻ ഉണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്താണ് ഐ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഈ 0 എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യും? പ്രിന്റ് ഓഫ് ഐ ആണ്. അപ്പൊ അവിടെ എന്ത് പ്രിന്റ് ചെയ്യും? 0 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് വരേണ്ടത് എന്താണ്? 1 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പൊ 1 ആവാനുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അത് എവിടെയാണ് കൊടുക്കേണ്ടത്? നമ്മളിവിടെ പ്രിന്റ് ഓഫ് ഐ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? ഐ പ്ലസ് പ്ലസ് കൊടുക്കണം. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്ന് പറയുന്നത് പോലെയാണ് ഐ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത്. ഒരു വാല്യൂ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വൈൽ കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ വൈൽ എന്ന് പറഞ്ഞിട്ടൊരു ലൂപ്പ്, അതിനകത്ത് കണ്ടീഷൻ കൊടുത്തു, ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെയാണ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതുന്നത്. ഇനി അതിന്റെ ചാർട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു വാല്യൂവിന്റെ എൻട്രി ഇവിടെയാണ്. ദെൻ ഇവിടെ അത് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബാക്കി ലൂപ്പിന്റെ ബാക്കി ബോഡി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അത് ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? എക്സിറ്റ് ചെയ്യും. ലൂപ്പിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും? ആ ഒരു പെർട്ടിക്കുലർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു കണ്ടീഷൻ വരുന്ന സമയത്താണ് ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും റൺ ചെയ്യാനുണ്ടെങ്കിൽ അത് റൺ ചെയ്യുന്നത് അതിന് ശേഷമാണ്. ഓക്കെ, അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. അവിടെ ഫസ്റ്റ് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുത്തു, math.h കൊടുത്തിട്ടുണ്ട്. math.h കൊടുക്കുന്നത് നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് math.h കൊടുക്കുന്നത്. stdio.h 2 പ്രാവശ്യം കൊടുക്കുന്നത് തെറ്റിപ്പോയതായിരിക്കും. ദെൻ മെയിൻ ഫംഗ്ഷൻ കൊടുത്തു. അവിടെ നമ്മൾ എന്ത് ചെയ്തു? എക്സ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ റീഡ് ചെയ്യുന്നുണ്ട്. ഫാക്ട് എന്ന് പറഞ്ഞിട്ടൊരു വാരിയബിൾ ഫാക്ട് ഈക്വൽ ടു 1 എന്ന് റീഡ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണേ? ഏത് നമ്പറിന്റെ ഫാക്ടോറിയൽ ആണോ കാണേണ്ടത് ആ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു, അതിനെ റീഡ് ചെയ്തു. പ്രിന്റ് ഓഫ് എൻ്റെ എനി നമ്പർ ടു ഫൈൻഡ് ഫാക്ടോറിയൽ, ദെൻ സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി ആംപേഴ്സൻറ്റ് എക്സ്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എന്ത് വന്നു? എൻ്റെ എനി നമ്പർ ടു ഫൈൻഡ് ഫാക്ടോറിയൽ നമ്മളോട് ഔട്ട്പുട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കീബോർഡ് ത്രൂ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഈ പ്രോഗ്രാമിന്റെ റണ്ണിങ് എങ്ങനെയാണ് വരുന്നത്? എങ്ങനെയാണ് ഇത് ഫാക്ടോറിയൽ ആയിട്ട് വരുന്നത്? അവിടുത്തെ കണ്ടീഷൻ എന്താണ്? വൈൽ എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് പറയുന്ന ഒരു വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ? ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടുള്ളൂ. കാരണം നമ്മൾ 0ന്റെ ഫാക്ടോറിയൽ കാണാൻ എന്തായാലും കൊടുക്കൂല. 0നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസിന്റെ ഫാക്ടോറിയൽ മാത്രമാണ് നമ്മൾ കാണാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നിങ്ങൾ കൊടുത്തത് ഒരു 3 എന്ന് പറയുന്ന നമ്പർ ആണെന്ന് വിചാരിക്കാം. എക്സിന്റെ വാല്യൂ നിങ്ങൾ 3 ആണ് എൻ്റർ ചെയ്തെടുത്തുണ്ടെങ്കിൽ വൈൽ എന്താണ് ചോദിക്കുന്നത്? 3 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 3 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു എക്സ് ആണ്. ഫാക്ട് ഓൾറെഡി 1 അവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 1 ഇൻറ്റു എക്സ് എത്ര വരും? 3 വരും. 1 ഇൻറ്റു 3 വന്നതിന് ശേഷം എക്സിന് എന്തായാണ്? എക്സിനെ ഒന്ന് മൈനസ് ചെയ്തു. സോ എക്സിന്റെ വാല്യൂ 3 മാറിയിട്ട് എത്ര വരും? 2 വരും. 2 വന്നാൽ വീണ്ടും ഇവിടെ പോയി ചെക്ക് ചെയ്യും. 2 ഗ്രേറ്റർ ദാൻ 0 ആണോ? യെസ്, 2 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും ഇവിടെ വന്നിട്ട് ഫാക്ട് ഈക്വൽ ടു ഓൾറെഡി ഇപ്പൊ ഫാക്ടിൽ എത്രയാണ് വാല്യൂ ഉള്ളത്? 3 ഇവിടെ ഉണ്ട്. സോ 3 ഇൻറ്റു എക്സിന്റെ ഇപ്പോഴത്തെ വാല്യൂ 2 ആണ്. സോ 3 ഇൻറ്റു 2. വീണ്ടും എക്സിന് എന്ത് ചെയ്യുന്നു? ഒന്ന് മൈനസ് ചെയ്യുന്നു. സോ ഈ 2 എന്നുള്ള വാല്യൂ വെട്ടി ചെയ്തിട്ട് എന്ത് വരും? 1 എന്നുള്ള വാല്യൂ വരും എക്സിനകത്ത്. വീണ്ടും 1 ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കുന്നു. ആണെങ്കിൽ എന്ത് ചെയ്യാം? ഫാക്ട് ഈക്വൽ ടു ഓൾറെഡി അവിടെ 3 ഇൻറ്റു 2 ഉണ്ട്, ഇൻറ്റു 1 കൂടെ വരും എക്സിന്റെ വാല്യൂ. അപ്പോൾ
ഫാക്ടോറിയൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1. നെക്സ്റ്റ് എന്ത് ചെയ്തു? എക്സ് ഒന്നും കൂടെ മൈനസ് ചെയ്തു. എക്സ് ഒന്നുകൂടെ മൈനസ് ചെയ്തപ്പോൾ എത്രയായി? എക്സ് 0 ആയി. സോ എക്സ് ഗ്രേറ്റർ ദാൻ 0, അതായത് 0 ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ അതിന്റെ എന്ത് ചെയ്യുന്നു? പ്രിന്റ് ഓഫ് ഫാക്ടോറിയൽ ഈസ് ഫാക്ട്. ഫാക്ടിനകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അതെന്ത് ചെയ്യും? ഇവിടെ പ്രിന്റ് ചെയ്യും. ഇങ്ങനെയാണ് ആ ഒരു ലൂപ്പിന്റെ വർക്കിംഗ് വരുന്നത്, ഒരു റെപ്പിറ്റേഷൻ വരുന്നത്. പ്രോഗ്രാം പറയുമ്പോൾ ലൂപ്പൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നെക്സ്റ്റ് വൺ ഈസ് ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ അതിനകത്ത് ഡു സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ആദ്യം ചെയ്തതിന് ശേഷമാണ് ടെസ്റ്റ് കണ്ടീഷൻ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഡു വൈൽ വരുമ്പോ വൈൽ മാത്രം വരുമ്പോ നമുക്ക് അവിടെ എന്തില്ലായിരുന്നു? സെമികോളൻ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഡു വൈൽ വരുന്ന സമയത്ത് ഡു ദെൻ സ്റ്റേറ്റ്മെന്റ് വൈൽ ടെസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് എന്തുണ്ട്? ദർ ഇസ് എ സെമികോളൻ. അതാണ് ഈ ഡു വൈലിന്റെ പ്രത്യേകത. ഡു വൈൽ വരുമ്പോ ഡു ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പണിംഗ് ചെയ്തതിനു ശേഷം സ്റ്റേറ്റ്മെന്റ്സ് ദെൻ വൈൽ ടെസ്റ്റ് കണ്ടീഷൻ ദെൻ ദർ ഇസ് എ സെമികോളൻ. ഇപ്പൊ ഡു വൈൽ ലൂപ്പിന്റെ ആ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ എൻട്രി എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബോഡി ഓഫ് ദ ലൂപ്പ്. ബോഡി ഓഫ് ദ ലൂപ്പ് ഇത് കണ്ടീഷൻ കൊടുത്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നു. കണ്ടീഷൻ ഇങ്ങോട്ട് കൊടുത്തത് സാറ്റിസ്ഫൈഡ് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും ഈ ലൂപ്പിന്റെ ബോഡിയിലേക്ക് തന്നെ പോകും. അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യാണ്? എക്സിറ്റ് ചെയ്യാണ്. ആ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. എൻട്രി ബോഡി ഓഫ് ദ ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ദ കണ്ടീഷൻ ഈസ് ട്രൂ ദെൻ എന്ത് ചെയ്യുന്നു? ബോഡി ഓഫ് ദ ലൂപ്പ് തിരിച്ച് ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് തന്നെ വരുന്നു. അത് ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യാം? എക്സിറ്റ് ചെയ്യാം. ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. 2, 4, 6, 8, 10 എന്ന് പറഞ്ഞിട്ട് നമ്മള് പ്രിന്റ് ചെയ്യാണ്. അതായത് ഈവൺ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് അപ് ടു 20. ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുത്തു, മെയിൻ ഫംഗ്ഷൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്? രണ്ട് വാരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, i ഈക്വൽ ടു 0 എന്നും j ഈക്വൽ ടു 2 എന്നും. ഡു നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ j എന്നുള്ള ഒരു വാല്യൂ പ്രിന്റ് ചെയ്തു. j എത്രയാണ്? 2 പ്രിന്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? j 2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്തു. i എന്നുള്ളത് 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്തു. i എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ നോക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ. i ഓൾറെഡി എത്രയായിരുന്നു? 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. j 2 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ j എന്ത് ചെയ്തു? അവിടെ പ്രിന്റ് ചെയ്തു. നെക്സ്റ്റ് കേസിൽ എന്താണ്? j 2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്തു. അപ്പൊ j എത്ര വരും? +2 കൂടെ വരുമ്പോ j നകത്ത് 4 എന്ന് പറയുന്ന ഒരു വാല്യൂ വരും. i നകത്ത് 1 എന്ന് പറയുന്ന ഒരു വാല്യൂ വരും. എന്ത് ചെയ്തു? ഈ i വാല്യൂ 1 ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്തു. വീണ്ടും എന്ത് ചെയ്യുന്നു? ഡൂയിലേക്ക് പോകും. വീണ്ടും j പ്രിന്റ് ചെയ്തു. j എത്രയായി? 4 പ്രിന്റ് ചെയ്തു. വീണ്ടും നെക്സ്റ്റ് കേസിൽ j എത്രയായി? 6 ആയിട്ടുണ്ട്. i ഈക്വൽ ടു 3 ആയിട്ടുണ്ട്. സോറി, i ഈക്വൽ ടു 2 ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ കണ്ടീഷനും ചെക്ക് ചെയ്തിട്ട് നമ്മൾ i സ്റ്റാർട്ട് ചെയ്തത് 0-ലായിരുന്നു. 0 മുതൽ 10 വരെ. അപ്പൊ എത്ര വാല്യൂസ് ഉണ്ടായിരിക്കും അവിടെ? 10 വാല്യൂസ് ആണ് ഉണ്ടാവുക. ആ 10 വാല്യൂസ് ആവുന്നവരെ എന്ത് ചെയ്യും? j 2 വെച്ച് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടും? 2, 4, 6, 8, 10, 12, 14, 16, 18, 20 എന്ന് കിട്ടും. അങ്ങനെയാണ് ഡു വൈൽ ലൂപ്പിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് ഇതുപോലെ തന്നെയാണ്, പക്ഷെ ഇതില് കുറച്ച് സ്റ്റെപ്സ് കുറയും. കാരണം നമ്മൾ ലൂപ്പിന്റെ ആ ഒരു ബ്രാക്കറ്റിനകത്ത് തന്നെ ഇനീഷ്യലൈസേഷനും കണ്ടീഷനും ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് വരുന്നുണ്ട്. ഫോർ ലൂപ്പ് ആണെങ്കിൽ ഫോർ ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് കണ്ടീഷൻ, ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്, ദെൻ എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ്മെന്റ്സ് അവിടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ പിക്ചർ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഒരു വാല്യൂന്റെ എൻട്രി, ദെൻ ഒരു വാല്യൂ എൻട്രി വരുന്നു. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇനീഷ്യലൈസേഷൻസ് നടക്കുന്നു, കണ്ടീഷനിലേക്ക് പോകുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് എൻട്രി ചെയ്യും.
ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? എക്സിറ്റ് ചെയ്യുന്നു. ഇനി ഈ ബോഡി ഓഫ് ദ ലൂപ്പിൽ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? വീണ്ടും കണ്ടീഷൻ പോയി ചെക്ക് ചെയ്യാം. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വീണ്ടും ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നു. വീണ്ടും എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് പോവുക. അങ്ങനെ പോയി ലാസ്റ്റ് ഈ കണ്ടീഷൻ ഫോൾസ് ആയിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇതിങ്ങോട്ട് എക്സിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിൻടാക്സ് വരുന്നത്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്റ് i, n രണ്ട് വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. എന്റർ ദ വാല്യൂ ഓഫ് n എന്ന് പറയുന്നൊരു വാല്യൂ, എന്തെങ്കിലും ഒരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കീബോർഡിൽ നിന്ന് സ്കാൻ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് ഒരു 4 ആണെങ്കിൽ എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. സോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം i = 1. i എന്ന് പറയുന്ന വാല്യൂ 1 ആണെങ്കിൽ i <= n. ഇവിടെ നമ്മൾ കൊടുത്ത 4 ആണ് വാല്യൂ. ഈ i എന്ന് പറയുന്നത് ഇപ്പോൾ 1 ആയിരിക്കും. 1 <= n ആണെങ്കിൽ എന്ത് ചെയ്തു? ആ iനെ പ്രിന്റ് ചെയ്തു. സോ അവിടെ എന്താ ആദ്യം പ്രിന്റ് ചെയ്യുന്നു? 1 പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും മേലോട്ട് പോയി എന്ത് ചെയ്യുന്നു? i ഒരെണ്ണം ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ i എന്ന് പറയുന്നത് 2 ആയിരിക്കും. 2 <= n. 2 <= 4 ആണോ നോക്കി. യെസ്. അപ്പൊ എന്ത് ചെയ്യുന്നു? 2 പ്രിന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് കേസ് വീണ്ടും ++i ആണ്. 2 എത്ര മാറി? 3 ആയിട്ട് മാറി. 3 <= n ആണോ നോക്കി. ഓക്കെ, 3 പ്രിന്റ് ചെയ്തു. അടുത്ത കേസിൽ 4 <= 4 ആണോ നോക്കി. യെസ്, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. നെക്സ്റ്റ് വൺ 5 ആണ് വരിക. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യൂല. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ലൂപ്പിന്ന് എക്സിറ്റ് ആയി പോകുന്നു. ഇനിയാണ് ഈ 3 ലൂപ്പിന്റെ വർക്കിംഗ് വരുന്നത്. ഡു വൈല്, ഫോർ ലൂപ്പ്. നെക്സ്റ്റ് വൺ വരുന്നത് നെസ്റ്റഡ് ലൂപ്സ് ആണ്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാല് ഒരു ലൂപ്പിന്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് വരുന്ന ഒരു രീതിയാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. 1 1 2 1 2 3 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം അത് അവിടെ ഉണ്ട്. ഹാഷിംഗ് stdio.h. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. i എന്നും j എന്നും പറഞ്ഞിട്ട് രണ്ട് വാരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാം. ഇവിടെ i 1 ആണ്, i <= 4 ആണ്, i++. ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? i <= 4 വരെയുള്ള നമ്പേഴ്സ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. i ഇപ്പോൾ ഓൾറെഡി 1 ആണുള്ളത്. i 1 ആയതുകൊണ്ട് തന്നെ 1 <= 4 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? i പ്രിന്റ് ചെയ്തു, 1 പ്രിന്റ് ചെയ്തു. നെക്സ്റ്റ് കേസിൽ എന്താണ്? j = 1. j എന്ന് പറയുന്നത് 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. j <= i ആണോ എന്ന് ചെക്ക് ചെയ്തു. ആണെങ്കിൽ എന്ത് ചെയ്യാം? j പ്രിന്റ് ചെയ്യാം. അതർവൈസ് എന്ത് ചെയ്യാം? വീണ്ടും ഈ ലൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് മേലത്തെ ലൂപ്പിലേക്ക് തന്നെ പോവാം. നെക്സ്റ്റ് വീണ്ടും എത്രയായി? i 1 തന്നെയായി. വീണ്ടും എന്ത് ചെയ്യുന്നു? i 2 ആയി. 2 <= 4 ആണോ എന്ന് ചെക്ക് ചെയ്തു. വീണ്ടും ഇതിന്റെ ഉള്ളിലേക്ക് പോയി j = 1 എന്ന് പറഞ്ഞിട്ട് തന്നെ ഇനീഷ്യലൈസ് ചെയ്തു. സോ അവിടെ എന്ത് ചെയ്തു? 1 പ്രിന്റ് ചെയ്തു. j <= i ആണോ എന്ന് ചെക്ക് ചെയ്തു. i ഇപ്പൊ എത്രയാണ്? 2 ആണ്. സോ ഇവിടെ ഒരു വാല്യൂ കൂടെ വരാനുണ്ട്. 1 2 എന്ന് വന്നു. അഗൈൻ എന്ത് ചെയ്യാണ്? ഇവിടേക്ക് തിരിച്ചു പോവാം. അവിടെ ചെന്നേക്ക് വീണ്ടും എന്താണ്? i = 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 2 ആയി. ഇനി എത്രയാണ് വരിക? 3 വരും. i = 3 വരും. അവിടെ എന്ത് വരും? 1 2 3. അടുത്ത കേസിൽ എന്ത് വരും? 1 2 3 4. ഇത്ര ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? അത് അവിടുന്ന് എക്സിറ്റ് ആയിക്കോളും. ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോയിക്കോളും. ഇങ്ങനെയാണ് ഫോർ ലൂപ്പിന്റെ വർക്കിംഗ്. അത് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നെസ്റ്റഡ് ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് വരുന്നത്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും?
ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട്? സിൻഷ? സിൻഷ? മാം നോക്കാണ്. ഓക്കെ. കിട്ടിയോ? ഇല്ല. എങ്ങനെയാ അത് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ്? ആദ്യം നമ്മള് i = 1 ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? പൈന്റെ വാല്യൂ എടുത്തിട്ടുണ്ട് 1 എന്നിട്ട് അവിടെ ഉണ്ട്. ഡു ഫസ്റ്റ് എന്ത് ചെയ്തു? i എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സോ എത്ര പ്രിന്റ് ചെയ്യും? 1 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. Then while i = i - 1, i എന്ന് പറയുന്നതിന്റെ വാല്യൂ i - 1 ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്തു? -1 എടുത്താല് 0 അല്ലേ? ഇത്രയല്ലേ വരുള്ളൂ പ്രിന്റ് ചെയ്യാൻ. വേറെ എന്തെങ്കിലും വരുമോ? അത്രേ വരുള്ളൂ പ്രിന്റ് ചെയ്യാൻ. ഇതിന്റെയോ? ഇതിന്റെ എന്താണ് ഔട്ട്പുട്ട് വരിക? ആദി ഇവിടെ ഉണ്ട് മാം, നോക്കിയിട്ടില്ല. ഇതെന്തപ്പോ ചെയ്യാ? റിസൾട്ട് എന്താ കിട്ടുക? നിങ്ങക്ക് ലൂപ്പ് പറയുമ്പോ കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ടോ? അല്ല, ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി മാം, പക്ഷെ പിന്നെ ചെയ്തു നോക്കാത്തോണ്ടുള്ള വിഷയം. അതാണ്, നിങ്ങൾ കുറച്ച് അധികം പ്രോഗ്രാംസ് ചെയ്ത് നോക്കണോ ഇനിയിപ്പോ? ലൂപ്പിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് മനസ്സിലായിട്ടില്ലേ? ഓ, അത് മനസ്സിലായിക്കണം, പക്ഷെ ഇതാണ് ഈ ചെയ്യാത്തോണ്ടുള്ള പ്രശ്നമാണ്. ഓക്കെ. ഇപ്പൊ കുറച്ച് പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്നുള്ളതേ നിങ്ങൾക്ക് 2 പ്രോഗ്രാം തന്നാ ഇപ്പൊ എഴുതാൻ പറ്റുമോ? ഓ, ചെയ്തു നോക്കാം. ഓക്കെ, ഒരു പ്രോഗ്രാം എഴുതിക്കേ. ഒരു നമ്പർ എൻ്റർ ചെയ്താല് അതിന്റെ ഡിജിറ്റ്സിന്റെ സമ്മ് കാണാനുള്ള ഒരു പ്രോഗ്രാം എഴുതിക്കേ. സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. എല്ലാരും എഴുതൂലേ? സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ.
എഴുതി കഴിഞ്ഞോ? നിങ്ങൾക്ക് പ്രോഗ്രാം കാണുന്നുണ്ടോ ബുക്കില്? ഒന്നുകൂടി എടുത്ത് വെക്കോ. ഓക്കെ ഓക്കെ, നമ്മളിതാ ഹാഷിംഗ് stdio ഡോട്ട് എച്ച് കൊടുത്തു. ദെൻ ഇൻഡ് മെയിൻ, ഇത് നമ്മള് ഇൻഡ് n, t, സം ഈക്വൽ ടു 0, ദെൻ റിമൈൻഡർ, ഇത്രയും വാരിയബിൾസിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രിന്റർ എൻ്റെ ഇൻഡിജർ കൊടുത്തിട്ടുണ്ട്. സ്കാൻഫ് പെർസെൻറ്റേജ് d, ആമ്പേഴ്സൻഡ്, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു നമ്പറിനെ അവിടെ എൻ്റർ ചെയ്തു. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന നമ്പർ എന്ന് പറയുന്നത് n ഈക്വൽ ടു ഒരു 123 123 എന്നുള്ള ഒരു നമ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? 1 + 2 + 3 6 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അത് കിട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വൈൽ t നോട്ട് ഈക്വൽ ടു 0, t എന്ന് പറയുന്ന വാല്യൂ 0 അല്ലാത്തത് വരെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം. വൈൽ t നോട്ട് ഈക്വൽ ടു 0 ആവുന്ന വരെ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് റിമൈൻഡർ കാണാം. റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോഡുലസ് ആണ്. റിമൈൻഡർ എന്ന് പറഞ്ഞാല് റിമൈൻഡർ t മോഡ് 10. t മോഡ് 10 എന്ന് പറഞ്ഞാൽ നമ്മളെ n പറയുന്ന വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം, 123 ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ ഈ ഒരു n പറയുന്ന വാല്യൂവിനെ ഇങ്ങോട്ടേക്ക് ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ടിയിലേക്ക് ആക്കി വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു? t മോഡ് 10, ഇത് നമ്മൾ ഈ ഗാർബേജ് വാല്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്യാണ്ടേ നമുക്കത് എഴുതാം. റിമൈൻഡർ ഈക്വൽ ടു t മോഡ് 10. അപ്പൊ 123 എന്നുള്ള നമ്പർ ടിയിൽ പറഞ്ഞാൽ 123 ഉണ്ട്. 123 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് വരും? ഇവിടെ നമുക്ക് എത്ര കിട്ടാം? 12, 120. ഇവിടെ റിമൈൻഡർ എത്ര വരും? 3 എന്ന് പറഞ്ഞൊരു റിമൈൻഡർ വരും. അപ്പൊ ഈ REM എന്ന് പറയുന്ന വാല്യൂവിനകത്ത് എത്ര ഉണ്ടായിരിക്കും? 3 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, സ്റ്റെപ്പ് എന്താണ്? സം ഈക്വൽ ടു സം പ്ലസ് റിമൈൻഡർ. അപ്പൊ സമ്മിന്റെ വാല്യൂ എന്ത് വരും? സമ്മിന്റെ വാല്യൂ ഓൾറെഡി നമ്മളിവിടെ 0 ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോ 0 പ്ലസ് റിമൈൻഡർ എത്രയാണ്? 3. അപ്പൊ സമ്മിൽ ഇപ്പൊ ഏത് വാല്യൂ ഉണ്ട്? 3 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? t ഈക്വൽ ടു t/10. ന്റെ വാല്യൂ എത്രയാണ്? 1, 2, 3 എന്നുള്ള നമ്പർ അല്ലേ? അപ്പൊ t/10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാം? റിമൈൻഡർ കിട്ടണമെങ്കിൽ നമ്മൾ മോഡുലസ് കൊടുക്കുന്നു. /10 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതാണ്? ഈ 12 ആണ്. സോ നമ്മളെ വാല്യൂ ടീനകത്ത് ഇപ്പൊ എന്തുണ്ട്? 12 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. പിന്നെ എന്ത് ചെയ്തു? വീണ്ടും നമ്മള് ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാൻ പോവാ. t നോട്ട് ഈക്വൽ ടു 0, 12 നോട്ട് ഈക്വൽ ടു 0 അല്ലേ? നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? റിമൈൻഡർ ഈക്വൽ ടു 12 മോഡ് 10 ചെയ്യണം. റിമൈൻഡർ 12 മോഡ് 10 എന്ന് പറഞ്ഞാല് 12/10, 1 അല്ലേ? 10 വരുന്നു, 2 എന്ന് പറയുന്ന റിമൈൻഡർ ഇവിടെ കിട്ടി. ഈ 2 എന്നുള്ള റിമൈൻഡർ നമ്മൾ എന്ത് ചെയ്യണം? സമ്മിന് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. സമ്മിൽ ഓൾറെഡി എത്രയാണ് വാല്യൂ ഉള്ളത്? 3 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. സോ നമ്മൾ ഈ 3ന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്തു? 2 കൂടെ ആഡ് ചെയ്തു. അവിടെ എത്രയായി? 5 ആയി. വീണ്ടും എന്താ ചെയ്യാൻ പോകുന്നത്? t ഈക്വൽ ടു t/10. t/10 എന്ന് പറഞ്ഞാൽ എത്ര വരിക? ഇതിനകത്ത് ഇപ്പൊ ഏതാണ് വാല്യൂ ഉള്ളത്? 12 എന്നുള്ള വാല്യൂ അല്ലേ? അപ്പൊ /10 കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ റിസൾട്ട് എത്രയാ വരിക? ഈ 1 ആണ് വരിക. ഈ 1നെ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? 1 മോഡ് 10 കൊടുക്കുക. 1 മോഡ് 10 കൊടുത്താൽ അതിന്റെ റിസൾട്ട് എത്ര തന്നെയാണ് വരിക? 1 തന്നെയല്ലേ വരിക? 1 മോഡ് 10 കൊടുത്താല് അതിന്റെ റിസൾട്ട് എത്ര തന്നെ വരും? 1 തന്നെ വരും. ആ 1നെ നമുക്ക് എന്ത് ചെയ്യണം? സമ്മിന്റെ കൂടെ ആഡ് ചെയ്യണം. സോ ഓൾറെഡി അവിടെ 5 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട് സമ്മില്. പ്ലസ് 1 കൂടെ കൊടുത്താൽ എത്രയായി? 6 ആയി. t ഈക്വൽ ടു t/10 അല്ലെ? 1/10 വരും. 1/10 കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് എന്തേ വരുള്ളൂ? 0 പോയിന്റ് സംതിങ് ആണ്. സോ ഇൻഡിജർ ആവുന്നതുകൊണ്ട് നമുക്ക് അവിടെ 0 എന്നുള്ള ഒരു വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് വീണ്ടും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താവില്ല? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവില്ല. എന്ത് ചെയ്യാം? നമുക്ക് ഈ ലൂപ്പ് ഒന്ന് എക്സിറ്റ് ആവും.
എക്സിറ്റ് ആവുമ്പോഴത്തേക്കും നമുക്ക് സം എന്ന് പറയുന്നതിനകത്ത് ഏത് വാല്യൂ കിട്ടിക്കഴിഞ്ഞു? 6 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇത് 1 + 2 + 3 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് ഓൾറെഡി അവിടെ കിട്ടിക്കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? സം ഓഫ് ഡിജിറ്റ് വന്നതിന്റെ ആ ഒരു ലോജിക് എന്താന്ന് കിട്ടിയോ? ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി ഈ സം ഓഫ് ഡിജിറ്റ് കണ്ട ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ഒരു നമ്പറിന്റെ റിവേഴ്സ് കാണാൻ പറ്റും. ഈ ഒരു പ്രോഗ്രാമിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. എങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് കാണാം? നിങ്ങൾക്ക് എങ്ങനെയാ ഇവിടെ ഇത് റിവേഴ്സ് കാണാൻ പറ്റുക? നിങ്ങളിവിടെ സം ഈക്വൽ ടു സം പ്ലസ് റിമൈൻഡർ കൊടുത്തില്ലേ? ഇവിടെ സം ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ എന്ന് കൊടുത്ത് എന്താ വരിക? ഫസ്റ്റ് കേസിൽ നിങ്ങൾക്ക് എത്രയാ സം കിട്ടിയത്? 123 ആയിരുന്നു നമ്പർ, 3 ആയിരുന്നു കിട്ടിയല്ലേ? അപ്പൊ സെക്കൻഡ് കേസിൽ വരുമ്പോ എന്ത് വരും? 3 × 10 + 2 എന്ന് വരുമ്പോ എത്ര വരും? 32 വരും. അടുത്ത കേസിൽ എന്ത് വരും? 32 × 10 + 1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 321 വരും. നേരെ റിവേഴ്സ് ആയോ നോക്കിയേ. 123 റിവേഴ്സ് ആയില്ലേ 321 എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾ ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാല് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നെക്സ്റ്റ് പ്രോഗ്രാമിന്റെ ലോജിക് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് ഗോ ടു സ്റ്റേറ്റ്മെന്റ് ആണ്. ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പകുതി വഴിക്കെന്ന് വെച്ചിട്ട് ഇതിന് മുന്നേ ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അതൊരു ലാബൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലാബലിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിലെങ്ങനെയാണ്? ഹാഷ് ഇൻക്ലൂഡ് stdio.h ഉണ്ട്, മെയിൻ ഉണ്ട്, i = 2 എന്ന് പറഞ്ഞ് കൊടുത്തു. വൈൽ 1 എന്ത് ചെയ്യുന്നു? പ്രിന്റ് ഓഫ് %d, i എന്ന് പറയുന്ന ഒരു വാല്യൂ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. സോ 2 എന്നുള്ള വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യും. ദെൻ എന്ത് ചെയ്യാം? i = i + 2. i എന്ന് പറയുന്ന വാല്യൂവിന്റെ കൂടെ 2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം. അതായത് നമ്മൾ ഈവൻ നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഇഫ് i > or = 20, i എന്ന് പറയുന്ന വാല്യൂ 20നേക്കാളും കൂടുതലായ നമുക്ക് എന്ത് ചെയ്യണം? ഗോ ടു ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് എന്ന് പറയുന്ന ഈ ഒരു ലാബലിലേക്ക് പോകണം. ഇവിടെ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ലാബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്? പ്രിന്റ് ഓവർ എന്നും പറഞ്ഞിട്ട് ലാബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ അത് അവിടെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന ഈ സമയത്ത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുമ്പോൾ അവരെന്താ പറയുന്നത്? ഔട്ട്സൈഡിലേക്ക് പോകാൻ പറഞ്ഞു. സോ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ലാബിൽ കൊടുത്ത എന്താണ്? പ്രിന്റ് ഓവർ. അപ്പൊ 2 4 6 8 എന്നിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 20 എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു? പുറത്തേക്കുള്ള ഒരു നമ്പർ ഓവർ എന്നുള്ളത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. സോ അതിന്റെ റിസൾട്ട് എന്ത് വരും? 2 മുതൽ 20 വരെയുള്ള ഈവൻ നമ്പേഴ്സ് വരും, അതിന്റെ കൂടെ ഓവർ എന്നും വരും. അങ്ങനെയാണ് നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെന്റിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്രേക്ക് നമ്മൾ സ്വിച്ച് കേസിൽ കണ്ടതാണ് എങ്ങനെയാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ. അപ്പൊ നമ്മൾ അത് മാത്രമുള്ള ഒരു പ്രോഗ്രാം, ഒരു നമ്പറിന്റെ സ്മോളസ്റ്റ് ഡിവൈസർ കാണാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഹാഷ് ഇൻക്ലൂഡ് stdio.h മെയിൻ. ഇപ്പൊ ഡിവസ് നമ്പർ i 3 വാല്യൂസിന് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യാണ്? ഏതെങ്കിലും ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പ്രിന്റ് ഓഫ് എൻ്റർ എനി നമ്പർ. എന്ത് ചെയ്തു? ആ നമ്പറിനെ സ്കാൻ ചെയ്യാം. സ്കാൻ ഓഫ് %d, %,
നമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ഫോർ ലൂപ്പ് കൊടുക്കുന്നു. ഐ ഈക്വൽ ടു 2, ഐ ഒരു വാല്യൂ 2 എന്നിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. കണ്ടീഷൻ എന്താണ്, ഐ ലെസ് ദാൻ ഈക്വൽ ടു നം ആണ്, ഐ പ്ലസ് പ്ലസ്. ദെൻ നം മോഡ് ഐ ഈക്വൽ ടു 0. നമ്മോട് ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാല് നമ്മളൊരു വാല്യൂവിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന്റെ മോഡുലസ് കാണുമ്പോൾ അത് 0 ആവുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഡിവൈസർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡിവൈസർ ആണെങ്കിൽ എന്തായിരിക്കണം, 4 മോഡ് 2 എന്നുള്ള ഒരു വാല്യൂ 0 ആയിരിക്കണം. 4 മോഡ് 3 എന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. അതിന്റെ റിസൾട്ട് 1 ആണ്. അതുകൊണ്ട് തന്നെ 3 എന്നല്ല 4ന്റെ ഒരു ഡിവൈസർ അല്ല. അപ്പൊ നമ്മൾ സാധാ മാത്തമാറ്റിക്സും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ 4 ഐ ഈക്വൽ ടു 2, ഐ ലെസ് ദാൻ ഈക്വൽ ടു നം, ഐ പ്ലസ് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഈ നം മോഡ് ഐ ഈക്വൽ ടു 0 ആയാൽ എന്ത് ചെയ്യാം, സ്മോളസ്റ്റ് ഡിവൈസർ ഓഫ് ദ നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതിനെ പ്രിന്റ് ചെയ്യണം. കാരണം നമ്മൾ ഐ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഡിവൈസർ എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 2ല് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏത് നമ്പർ ആണോ ആദ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആ നമ്പർ ആണ് അതിന്റെ സ്മോളസ്റ്റ് ഡിവൈസർ എന്ന് പറയുന്നത്. ആ ഒരു സ്മോളസ്റ്റ് ഡിവൈസറിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവിടെ വെച്ച് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. അതാണ് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത. ഒരു പ്രോഗ്രാം കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്, കണ്ടിന്യൂ. കണ്ടിന്യൂ നമ്മൾ ബ്രേക്കിന് നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. ഒന്ന് നിർത്തി പോവാനാണെങ്കിൽ ഒന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്തോളാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഹാഷ് ഇൻക്ലൂഡ് stdio.h ഒരു മെയിൻ ഫംഗ്ഷൻ കൊടുത്തു. ഐ എന്ന് പറഞ്ഞൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനെ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ലെസ് ദാൻ ഈക്വൽ ടു 20 ആവുന്ന വരെ എന്ത് ചെയ്യാണ്, ഐ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം. എന്താ ചെയ്യുന്നത്, ഐ മോഡ് 5 0 ആയാൽ, ഐ എന്ന് പറയുന്ന ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു മോഡുലസ് വാല്യൂ 0 ആയാൽ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, ഐ പ്രിന്റ് ചെയ്യാം. കണ്ടിന്യൂ ആൻഡ് പ്രിന്റ് ഐ, അതായത് അവിടെ നിന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്തോളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഒരു ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഇപ്പൊ നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ പറയാറുള്ളത്. ഫോർ, വൈല്, ഡു വൈല്, ഗോ ടു, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. അത് ക്ലിയർ ആണ് വിചാരിക്കുന്നു. പ്രോഗ്രാംസ് ഇനി പറയണോ? എന്താ ചെയ്യേണ്ടത്, പ്രോഗ്രാംസ് 2-3 കൂടെ പറയണോ, അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് പോയാൽ മതിയോ? നമുക്ക് 2 എക്സാമ്പിൾ കൂടെ നോക്കല്ലേ മിസ്സേ? 2 എക്സാമ്പിളും കൂടെ നോക്കാം അല്ലേ? ഓക്കെ. അറിയ തുടങ്ങുന്നതിന് മുന്നേ 2 ക്വസ്റ്റ്യൻ കൂടി എഴുതിയാലോ? എഴുതാം. ഓക്കെ, നിങ്ങൾ ഫോർ ലൂപ്പ് ഒക്കെ പഠിച്ചല്ലോ. അപ്പൊ നിങ്ങള് ഫിബനോക്കി സീരീസ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതി നോക്കാൻ പറ്റുമോ? ഫിബനോക്കി സീരീസ്. ഫിബനോക്കി സീരീസ് എന്താണെന്ന് അറിയില്ലേ? ഫിബനോക്കി സീരീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനാണ് 0 1 1. then എന്ത് ചെയ്യാ, 1 1 ആഡ് ചെയ്താല് 2, 1 2 ആഡ് ചെയ്താല് 3, 2 3 ആഡ് ചെയ്താല് 5, 5 plus 3 8, 8 plus 5 13. ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ ഫിബനോക്കി സീരീസ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഫിബനോക്കി സീരീസ്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുന്നുണ്ടോ?
ഫോർ സ്റ്റേറ്റ്മെന്റ് ചെയ്തൂടെ? ഏതാണ്? ഫോർ സ്റ്റേറ്റ്മെന്റ് വെച്ച് ചെയ്തൂടെ? ഓ ചെയ്യാം. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ കംപ്ലീറ്റ് ആയില്ല. ഇവിടെ മിഡിൽ ഒന്ന് ഡൗട്ട് അടിച്ചിരിക്കാം. ആണോ? നോക്കട്ടെ, എഴുതിയതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? മുകളിലായിരിക്കും മാം. പകുതി നോക്കട്ടെ, പകുതി എന്തായിന്ന്. നോട്ടിലാ എഴുതിയത് മാം. ഞാൻ ലാപ്പിലാ കുത്തിരിക്കുന്നത്. ആണോ? ഓക്കെ ഓക്കെ. ഞാൻ ഷെയർ ചെയ്യട്ടെ എന്നാലേ. മിസ് ചെയ്തു. പ്രോഗ്രാം എങ്ങനെയാ വന്നെന്നുള്ളത് ഞാൻ പറഞ്ഞത്. നിങ്ങക്ക് പല മെത്തേഡിലും ചെയ്യാട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്ക്രീൻ കാണുന്നില്ലേ? ആകണം. ഓക്കെ. ഇത് നോക്കുമ്പോ നിങ്ങൾക്ക് ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് പിടുത്തം കിട്ടുന്നുണ്ടോ? നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് 0യും 1ഉം ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഹാഷിംഗിലൂടെ stdio.h കൊടുത്തതിന് ശേഷം മെയിൻ ഫംഗ്ഷൻ കൊടുത്തു. ദെൻ n എന്ന് പറയുന്ന ഒരു വാല്യൂ. n എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ടേംസ് വരെ വേണം എന്നുള്ളതാണ്. അപ്പൊ 0, 1, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അത് എത്ര നമ്പർ ഓഫ് ടേംസ് വരണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, n എന്ന് പറയുന്ന ഒരു വാല്യൂല് കൊടുത്തു. അതിനുശേഷം നമ്മൾ പ്രിന്റ് ഫസ്റ്റ് ടേംസ് ഓഫ് ഫിബൊനാച്ചി സീരീസ് ആർ എന്ന് പറഞ്ഞിട്ട് for c equal to 0, c less than n, c plus plus. c എന്ന് പറയുന്ന ഒരു വാരിയബിൾ നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ c less than or equal to 1, അത് ആ ഒരു സ്റ്റെപ്പ് കൊടുക്കുന്നത് നമുക്ക് ആ ഒരു 0യും 1 അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് c less than or equal to 1 ആണെന്നുണ്ടെങ്കിൽ, 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂലേക്ക് c എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് സെക്കൻഡ്. അതായത് നമ്മൾ കിട്ടുന്നത് എങ്ങനെയാണ്, ആദ്യത്തെ രണ്ട് വാല്യൂ കൂടെ ആഡ് ചെയ്തിട്ട് അടുത്തേല് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റിലേക്ക് സെക്കൻഡ് വാല്യൂനെയും സെക്കൻഡിലേക്ക് നെക്സ്റ്റ് വാല്യൂനെയും കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം.
പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഡി നെക്സ്റ്റ് വാല്യൂ പ്രിന്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ആ ഒരു ലൂപ്പ് അത് ക്ലോസ് ചെയ്യാം. അപ്പൊ അതിന്റെ വർക്കിംഗ് എങ്ങനെയാ വരുന്നത്? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ സി 0 ആണ്, സി ലെസ് ദാൻ എൻ സി പ്ലസ് പ്ലസ്. ഇപ്പൊ നമ്മൾ നമ്പർ ഓഫ് ടേംസ് ഒരു n ഈക്വൽ ടു 5 ആണെന്ന് കൊടുത്തു വിചാരിക്കാം. അപ്പൊ നമുക്ക് വരേണ്ടത് 0 0 0 1 1 2 3 ഇത്രയല്ലേ വരേണ്ടത്. അപ്പൊ ആദ്യം സി ഈക്വൽ ടു 0, സി ലെസ് ദാൻ എൻ സി പ്ലസ് പ്ലസ്. നമ്മളെ കണ്ടീഷൻ സി എന്ന് പറയുന്ന ഒരു വാല്യൂ, സി എത്രയാണ് ഇപ്പോ? സി ഈക്വൽ ടു 0 ആണ്. 0 എന്ന് പറയുന്നത് ലെസ് ദാൻ n ആണോ നോക്കുക. 5നേക്കാളും ലെസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു കണ്ടീഷനിലേക്ക് പോകും. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു കണ്ടീഷനിലേക്ക് പോകും. സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ നോക്കുക. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ. ആവുമ്പോ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂലേക്ക് സി എന്ന് കൊടുക്കാം. അപ്പൊ നെക്സ്റ്റിൽ ഇപ്പൊ എന്തുണ്ട്, 0 ഉണ്ട്. നെക്സ്റ്റില് 0 ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലേ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. ഇതിവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. അപ്പൊ ഈ എൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ ഈഫ് നേരെ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് ജമ്പ് ചെയ്തിട്ട് ഇവിടേക്ക് വരും, പ്രിന്റ്എഫിലേക്ക് വരും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ എൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, പ്രിന്റ്എഫിലേക്ക് വന്നിട്ട് പെർസെൻറ്റേജ് ഡി നെക്സ്റ്റ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് അവിടെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റിലുള്ള വാല്യൂ എന്താണ്, 0 ആണ്. സോ 0 അവിടെ പ്രിന്റ് ചെയ്തു. വീണ്ടും എവിടെ പോവാണ്, ഫോർ ലൂപ്പിലേക്ക് പോണം. ഫോർ ലൂപ്പിലെത്തിയപ്പോ സി എത്രയായി, 1 ആയി. ഓക്കെ. 1 ആയപ്പോ എന്ത് ചെയ്തു, 1 ലെസ് ദാൻ 5 ആണോ നോക്കി. ഇസ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈഫിലേക്ക് വരുന്നു. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ആ കണ്ടീഷനും എന്താണ്, സാറ്റിസ്ഫൈഡ് ആണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂലേക്ക് നെക്സ്റ്റിലേക്ക് എന്ത് അസൈൻ ചെയ്തു, സിന്റെ വാല്യൂ അസൈൻ ചെയ്തു. അപ്പൊ നെക്സ്റ്റിൽ ഇപ്പത്തെ വാല്യൂ എത്രയാണ്, 1 ആണ്. വീണ്ടും എൽസിലേക്ക് പോകേണ്ട ആവശ്യം നമുക്കില്ല, കാരണം ഈ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ഈഫ് വീണ്ടും എന്ത് ചെയ്തു, നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ പ്രിന്റ്എഫിലേക്ക് പോയി. നെക്സ്റ്റ് എത്ര വന്നു, 1 ആണ് അതിനകത്തുള്ളത്. അപ്പൊ 0 ഓൾറെഡി ഇവിടെ ഉണ്ട്, 1ഉം കൂടെ അവിടെ പ്രിന്റ് ചെയ്തു. ഇനി അടുത്ത കണ്ടീഷൻ ആണ് പോകുമ്പോ സി എന്നുള്ള വാല്യൂ എത്രയായി, 2 ആയി. 2 എന്നുള്ള വാല്യൂ ഇവിടെ ചെന്നപ്പോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ, ആ കണ്ടീഷൻ അവിടെ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നേരെ എൽസിലേക്ക് പോയി. എൽസിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു, നെക്സ്റ്റിലേക്ക് ഫസ്റ്റും സെക്കൻഡും കൂടെ ആഡ് ചെയ്തു. ഫസ്റ്റും സെക്കൻഡും ആഡ് ചെയ്യാന്നല്ല, നമ്മൾ ഫസ്റ്റ് ഈക്വൽ ടു 0, സെക്കൻഡ് ഈക്വൽ ടു 1 കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ എഴുതിയിട്ടില്ല എന്നുള്ളൂ, പ്രോഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 0യും 1ഉം കൂടെ ആഡ് ചെയ്തപ്പോ നെക്സ്റ്റിൽ ഇപ്പൊ എത്രയായി വാല്യൂ, 1 ആയി. ആ 1ന് എന്ത് ചെയ്യുന്നു, ഇവിടെ പോയി അതും പ്രിന്റ് ആയി. പിന്നെ ഈ പ്രത്യേകത എന്താ വന്നത്, ഫസ്റ്റിലേക്ക് സെക്കൻഡ് കൊടുത്തു. സെക്കൻഡ് എത്രയാ, 1 അല്ലേ. സെക്കൻഡിലേക്ക് എന്ത് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റും എത്രയാണ്, 1 ആണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും വാല്യൂ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. വീണ്ടും എന്ത് ചെയ്യാണ്, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്തു, ഇവിടെ പ്രിന്റ് ചെയ്തു. വീണ്ടും ഇവിടെ പോയി ഫോർ ലൂപ്പ്. സി എത്രയായി, 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ല. സോ ദിസ് കണ്ടീഷൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്. സോ എന്ത് ചെയ്യുന്നു, നമ്മള് എൽസിലേക്ക് പോകുന്നു. എൽസിലെത്തിയിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് സെക്കൻഡ്. നെക്സ്റ്റ് എന്ന് പറയുന്ന വാല്യൂ ഫസ്റ്റും സെക്കൻഡും ഇപ്പൊ എത്രയുള്ളത്, ഫസ്റ്റും സെക്കൻഡും 1ഉം 1ഉം അല്ലേ ഉള്ളത്. അപ്പൊ നെക്സ്റ്റിൽ ഇപ്പൊ എത്രയാ വാല്യൂ വരിക, 2 ആണ് വരിക. അപ്പൊ ആ 2 ഇവിടെ പോയിട്ട് എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു. അതേസമയം ഫസ്റ്റിലേക്ക് ഏത് വാല്യൂ കൊടുത്തു, സെക്കൻഡ് കൊടുത്തു. ഓക്കെ. സെക്കൻഡ് എന്ന് പറയുന്ന വാല്യൂ ഇപ്പൊ ഇവിടെ എത്രയാണ്, 1 അല്ലേ. അപ്പൊ ഫസ്റ്റിലേക്ക് എന്ത് കൊടുത്തു, 1 തന്നെ കൊടുത്തു. സെക്കൻഡിലേക്ക് ഏതാ കൊടുക്കേണ്ടത്, നെക്സ്റ്റ് ആ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് എത്രയാണ് ഇപ്പോ, 2 ആണ്. സോ സെക്കൻഡിൽ ഇപ്പൊ 2 ആയി. വീണ്ടും മേലോട്ട് പോന്നു. സി എത്രയായി, 4 ആയി. ഈ 4 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഈക്വൽ ടു 1 ആണോ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. സോ അതെന്ത് ചെയ്തു,
നെക്സ്റ്റ് ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് സെക്കൻഡ്. അപ്പൊ നെക്സ്റ്റിൽ ഏതൊക്കെയാ ഉള്ളത്? ഫസ്റ്റിൽ 1 ഉണ്ട്, സെക്കൻഡില് 2 ഉണ്ട്. സോ 1 + 2 ഇറ്റ് ഈസ് 3. അപ്പൊ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇവിടെ നമ്മൾക്ക് 3 പ്രിന്റ് ചെയ്തു. വീണ്ടും ഫസ്റ്റിൽ എത്ര വന്നു? ഫസ്റ്റിലേക്ക് ഈ സെക്കൻഡിന്റെ വാല്യൂ എത്രയാണ്? 2 അല്ലേ? ഈ 2 എന്ന് പറയുന്ന വാല്യൂ പോയി. സെക്കൻഡിലേക്ക് നെക്സ്റ്റിന്റെ വാല്യൂ 3. പക്ഷെ നമുക്ക് ഇനി ആവശ്യം വരില്ല. കാരണം എന്താണ്? നെക്സ്റ്റ് കേസിൽ C 5 ആണ്, 5 ലെസ് ദാൻ n അല്ല. സോ ദിസ് കണ്ടീഷൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പൊ എല്ലാം കൂടെ ലാസ്റ്റ് എന്തായി? നമ്മളെ റിസൾട്ട് എന്ത് വന്നു? 0 1 1 2 3. ഇതാണ് ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പിടുത്തം കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഏകദേശം. ഓക്കെ, ഇനി ഒന്നും കൂടെ ശ്രദ്ധിച്ചാൽ മതി. നമ്മള് ലാപ്പില് ഒന്ന് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഞാനിവിടെ ഒരു പാറ്റേൺ വരയ്ക്കാം. ഒരു സ്റ്റാർ, ദെൻ 2 സ്റ്റാർ. ഈ ഒരു പാറ്റേൺ എങ്ങനെയാ ഉണ്ടാക്കുക? നിങ്ങളൊരു ലിമിറ്റ് കൊടുത്തിട്ട് ഈ പാറ്റേൺ പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? ഈ പാറ്റേൺ എങ്ങനെയാ നിങ്ങൾ പ്രിന്റ് ചെയ്യാ? ഒന്ന് നോക്കി നോക്കി എങ്ങനെയാ പാറ്റേൺ പ്രിന്റ് ചെയ്യാന്നുള്ളത്. ഒന്ന് എഴുതി നോക്കി ആ പാറ്റേൺ എങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റുമെന്ന്. ചെയ്യാൻ പറ്റുമോ? ഗോകുൽദാസ് ആരാണ്? ഗോകുൽദാസ് TP. മേഡം ഞാൻ ചെയ്യാറുണ്ട്. ഹലോ, ഗോകുലിന് ചെയ്യാൻ പറ്റുന്നുണ്ടോ പ്രോഗ്രാം? മേഡം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആ സ്റ്റാർ പാറ്റേൺ എങ്ങനെയാ പ്രിന്റ് ചെയ്യാന്ന് നോക്കിയൊക്കെ. ആ എഴുതാൻ പറ്റുന്നുണ്ടോ?
ഞാൻ ഷെയർ ചെയ്യണോ? സിൻഷ ആ മാം എഴുതിയുണ്ട്. ഒന്ന് ഷെയർ ചെയ്തേടാ. ഫോണിലാണോ ഇതേ? ആ അത് 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ആ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് അല്ലേ? ആ ഓക്കെ, ആ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ഫോട്ടോ എടുത്തിട്ട്? ഷെയർ ചെയ്യാൻ കഴിയൂല. ഞാൻ പറഞ്ഞാ മതി. ഓക്കെ, ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്താ? ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല? അല്ല കമന്റ് ഞാൻ കേട്ടോ. കമന്റ് ബോക്സിലാണേ. ആ ഓക്കെ ഓക്കെ. നോക്കിയില്ലായിരുന്നു കേട്ടോ. എന്റെ നമ്പർ ഓഫ് റോസ് ഓക്കെ. ഫോർ C1 C less than or equal to n, C plus plus equal to 1 K less than or equal to C K plus plus ഓക്കെ. മെയിൻ കമ്പ്യൂട്ടർ സെന്റർ NITC. അതാരാണ്? ബാസിലാണോ? ഓക്കെ, ബാസിലിന് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? മൈക്കില്ല. ഓക്കെ ഓക്കെ. ഓക്കെ, ബാസിൽ എഴുതിയ പ്രോഗ്രാം കണ്ടില്ലേ? ഓക്കെ ഓക്കെ. ബാസിൽ എഴുതിയ പ്രോഗ്രാം നിങ്ങൾ കണ്ടില്ലേ? ചാറ്റ് ബോക്സില് മെസ്സേജസിൽ കണ്ടോ? N C യും K യും ഡിക്ലെയർ ചെയ്തു. ദെൻ എൻ്റർ ദ നമ്പർ ഓഫ് റോസ്. അത് എത്ര നമ്പർ ഓഫ് റോസ് ആണോ വേണ്ടത് അത് n എന്ന് പറയുന്ന നമ്പർ ആയിട്ട് റീഡ് ചെയ്തു. ആ വാരിയബിൾ n ആയിട്ട് റീഡ് ചെയ്തു. ദെൻ C ഈക്വൽ ടു 1. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ ലോജിക്ക്? കാണാവോ? കാണാം. ഓക്കെ, C ഈക്വൽ ടു 1, C ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, C പ്ലസ് പ്ലസ് അല്ലെ? ബാസിൽ എഴുതിയ പ്രോഗ്രാം ആണ് കേട്ടോ. അപ്പൊ C 1 ആണ്. C ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ C ഈക്വൽ ടു 1, സിന്റെ വാല്യൂ 1 ആണ്. പിന്നെയോ n എന്ന് പറയുന്നത് നമ്മളിപ്പോ കൊടുത്തത് ഒരു 5 ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് നമ്പർ ഓഫ് റോസ് 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ C 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്തു. ഓക്കെ ആണ്. അപ്പൊ എന്ത് ചെയ്തു? നെക്സ്റ്റ് ലൂപ്പിലേക്ക് കടക്കാണ്. നെക്സ്റ്റ് ലൂപ്പിൽ കടക്കുമ്പോൾ അവിടെ C 1 ആണ്. K ഈക്വൽ ടു 1. K എന്ന് പറയുന്ന ഒരു വാരിയബിളിന്റെ വാല്യൂ 1 കൊടുത്തു. അതിനുശേഷം K ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ആണോ നോക്കുന്നു. K ലെസ് ദാൻ ഓർ ഈക്വൽ ടു C, അത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ നോക്കി. ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യാം. സ്റ്റാർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാല് വീണ്ടും എന്ത് ചെയ്യാണ്? ഇവിടെ തന്നെയാ പോവാ. അപ്പൊ K എത്രയാവും? 2 ആവും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ആണോ നോക്കി. അല്ല, ബിക്കോസ് C എന്താണ് വാല്യൂ? സിന്റെ വാല്യൂ 1 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലൂപ്പിൽ നിന്ന് ഇങ്ങോട്ട് എക്സിറ്റ് ആയി. ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയാലും ഈ ലൂപ്പിൽ നിന്ന് ഇങ്ങോട്ട് എക്സിറ്റ് ആയിട്ടുണ്ടോ? അതിന് മുന്നേ നമ്മളോട് എന്ത് ചെയ്തു? ഒരു സ്ലാഷ് n പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ബാക്ക് സ്ലാഷ് n എന്ന് പറഞ്ഞാല് ന്യൂ ലൈൻ ആണ്. സോ നമ്മളെ ഇൻസേർഷൻ പോയിന്റ് എവിടെ പോയി നിൽക്കും? ഇവിടെ വന്ന് നിൽക്കും. ഫസ്റ്റ് സ്റ്റാർ എവിടെയാണോ ഇട്ടത് അതിന്റെ താഴെ വന്ന് നിൽക്കും. എന്നിട്ട് വീണ്ടും ഇവിടുന്ന് ഏത് ലൂപ്പിലേക്ക് പോവും? ഈ ലൂപ്പിലേക്ക് പോവും. അപ്പൊ C എത്രയാവും? ഇനി C വാല്യൂ 2 ആവും. 2 എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ നോക്കാം. റെഡി ആണ് അല്ലെ? 5 അല്ലേ നമ്മളെ n എന്ന് പറയുന്ന വാല്യൂ, അത് റെഡിയാണ്. വീണ്ടും ഇവിടെ വന്നപ്പോ എത്രയായി? K ഈക്വൽ ടു 1. K 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ആണോ നോക്കി. സിന്റെ വാല്യൂ ഇപ്പൊ എത്രയാ അവിടെ ഉള്ളത്? സിന്റെ വാല്യൂ ഇപ്പൊ 2 അല്ലേ? അപ്പോ
കെ എന്ന് പറയുന്ന വാല്യൂ 1 1 <2 ആണോ നോക്കി, ആണെങ്കിൽ എന്ത് ചെയ്തു, ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു. സോ നമ്മൾ ഇൻസെർഷൻ പോയിന്റ് ഇവിടെയല്ലേ ഉള്ളത്, ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു. വീണ്ടും ഈ ലൂപ്പ് K2 ആണോ നോക്കി, K2 ആയി 2 < C ആണോ നോക്കി, ആണല്ലേ, 2 < 2 തന്നെയല്ലേ. സോ എന്ത് ചെയ്തു, വീണ്ടും ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റാറിനെയും കൂടെ പ്രിന്റ് ചെയ്ത് കൊടുത്തു. വീണ്ടും പോയി K3 ആണോ നോക്കി, K3 ആയി 3 ആയി, 3 < 2 അല്ല. സോ ദിസ് കണ്ടീഷൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പൊ എന്ത് ചെയ്തു, ഇത് ഇങ്ങോട്ട് വന്നു. നമ്മളോട് ആരെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, ഒരു \n പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. സോ നമ്മള് 2 സ്റ്റാറിനെ അവിടെ പ്രിന്റ് ചെയ്തിട്ട് ഇൻസെർഷൻ പോയിന്റ് ഇവിടെ വന്ന് നിന്നു. വീണ്ടും നമ്മൾ എവിടെ പോയി, മുകളിൽ പോയി. സി എത്രയായി, 3 ആയി. ഇതേ കണ്ടീഷൻ തന്നെ അവിടെ സാറ്റിസ്ഫൈഡ് ആണോ നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ പറ്റും, 3 സ്റ്റാർ ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കേസിൽ വീണ്ടും നമ്മളോട് എന്ത് ചെയ്തു, /n അടുത്ത് ഇവിടെ വന്ന് നിന്നു. ഇവിടെ പോയി സി എത്രയാവും, 4 ആവും. 4 ആയിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ 2 3 4 സ്റ്റാർ ഇടാം. വീണ്ടും എന്ത് ചെയ്തു, /n പറഞ്ഞു. അപ്പൊ ഇവിടെ വന്ന് നിന്നു. വീണ്ടും മേലോട്ട് പോയി സി എത്രയായി, 5 ആയി. 5 < 5 തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്തു, ഇവിടേക്ക് വന്നു. ഇവിടെ വന്നാൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് 5 സ്റ്റാർ ഇടാം. 2 3 4 5. വീണ്ടും മേലെ പോയി. പിന്നെ നമ്മള് സാധനം ഇവിടെ വന്ന് നിന്നു കേട്ടോ, ഇൻസെർഷൻ പോയിന്റ് താഴേക്ക് വന്ന് നിന്നു. മേലെ പോയപ്പോ സി എത്രയായി, 6 ആയി. പക്ഷെ 6 < 5 അല്ല. സോ ദാറ്റ് കണ്ടീഷൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പൊ ലൂപ്പ് നമുക്ക് എക്സിറ്റ് ആവാം. അപ്പത്തേക്കും നമ്മള് പാറ്റേൺ ഇവിടെ പ്രിന്റ് ആയി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അറേസ് ആണ്. അറേസ് എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ സെയിം ഡാറ്റ ടൈപ്പില് ഒരു സെറ്റ് ഓഫ് എലമെന്റ്സിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. അതിപ്പോ നിങ്ങളിപ്പോ ഒരു ഇന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 നമ്പേഴ്സ് ഉണ്ട്. 10 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 10 നമ്പേഴ്സിനെയും കാണിക്കാൻ വേണ്ടിയിട്ട് ABCD എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എണ്ണത്തിനെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യണ്ടേ. ഓക്കെ, നിങ്ങള് ഒരു 1 to 10 വരെയുള്ള ഒരു നമ്പേഴ്സ്, നിങ്ങൾക്ക് 1 to 10 വരെയുള്ള നമ്പേഴ്സിന് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആദ്യം ഇന്റ് A അല്ലേ, പിന്നെ B, പിന്നെ C, പിന്നെ D, പിന്നെ E അങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. ഒരു 10 നമ്പേഴ്സ് കൊടുക്കണമെങ്കിൽ 10 പ്രാവശ്യം ഇന്റ് ABCDEF എന്നിട്ട് കൊടുക്കണം. അതിന് പകരം നമുക്ക് ഈ ഇന്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പില് എന്ത് ചെയ്യണം, 10 എണ്ണത്തിനെ ഒറ്റയടിക്ക് അങ്ങ് ഡിക്ലെയർ ചെയ്യണം. അതിനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. സെയിം ഡാറ്റ ടൈപ്പ് ഉള്ള ഒരു സെറ്റ് ഓഫ് എലമെന്റ്സിനെ ഡിക്ലെയർ ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ ഇന്റ് ആണെങ്കിൽ ഇന്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതായത് ഡാറ്റ ടൈപ്പ് ഫസ്റ്റ് കൊടുക്കുക. അതിനുശേഷം അറേക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇപ്പൊ നമ്പർ എന്നുള്ളൊരു അറേ ആണെന്നുണ്ടെങ്കിൽ ഇന്റ് നം ഓഫ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, ഇതെന്ത് ചെയ്യാ, സെമികോളൻ. ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നിങ്ങൾക്ക് എത്ര നമ്പേഴ്സ് ആണോ വേണ്ടത് അത്ര എണ്ണത്തിന് ഡിക്ലെയർ ചെയ്യാം. ഒരു 100 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ 100 നമ്പേഴ്സിനോട് ഡിക്ലെയർ ചെയ്യാം. ഇന്റ് നം ഓഫ് 100. ഇനി നം ഓഫ് 100 എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്തായി, ഒരു അറേ ഡിക്ലറേഷൻ ആയി. ഈ നം ഓഫ് 100 എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ വരിക, ഇപ്പൊ ഇങ്ങനെ ഒരു അറേ ആണ്. ഇതിൽ എത്ര ലൊക്കേഷൻസ് ഉണ്ടാവും, 100 ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 100 ലൊക്കേഷൻസ് ഇങ്ങനെ ഉണ്ടാവും. ഇതില് ഫസ്റ്റ് ലൊക്കേഷന്റെ പേര് എന്തായിരിക്കും, നം എന്നാണല്ലോ അറേന്റെ പേര്. അപ്പൊ നം ഓഫ് 0 എന്നായിരിക്കും ഫസ്റ്റ് ലൊക്കേഷന്റെ പേര്. എപ്പോഴും നമ്മളെ അറേ സ്റ്റാർട്ട് ചെയ്യുക 0യിലാണ്. അപ്പൊ നം ഓഫ് 0. സെക്കൻഡ് ലൊക്കേഷൻ എന്തായിരിക്കും, നം ഓഫ് 1. തേർഡ് ലൊക്കേഷൻ നം ഓഫ് 2. അങ്ങനെ ഈ 100 ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ ഈ 100th ലൊക്കേഷൻ എന്താണ് വരിക, നം ഓഫ് 99 ആയിരിക്കും. നം ഓഫ് 99 ആണ് ഈ 100th ലൊക്കേഷൻ.
ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു അറയില് ആദ്യത്തെ ഒരു 3-4 മാത്രമേ നമ്പർ വാല്യൂ കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് 2, 3, 4, 5, 6 5 വാല്യൂസേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് അവിടെ ബ്ലാങ്ക് ആണെങ്കിലും പ്രശ്നമില്ല. ആ ബ്ലാങ്ക് സ്പേസിലൊക്കെ നമുക്കൊരു നൾ ക്യാരക്ടർ ഉണ്ടാവുക. \0 എന്നാണ് പറയാ. \0 ഇങ്ങനെ \0 ഇതിന് നമുക്ക് നൾ ക്യാരക്ടർ എന്ന് പറയാം. ഒരു 100 ഉണ്ടെങ്കിൽ അതിലൊരു 6 എണ്ണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി 94 ലൊക്കേഷൻസിലും ബ്ലാങ്ക് ആയിരിക്കും. നൾ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതാ അറേ എങ്ങനെയാ ഡിക്ലെയർ ചെയ്യേണ്ടതെന്ന്. ഇവിടെ കണ്ടല്ലോ, ഇന്റ് അറേ ഓഫ് 100 ഇങ്ങനെയാണ് അറേനെ ഡിക്ലെയർ ചെയ്യേണ്ടത്. പിന്നെ അറേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇവിടെ കണ്ടോ, ഈച്ച് എലമെന്റ് ഈസ് ഓഫ് എ കളക്ഷൻ ഈസ് കോൾഡ് അറേ എലമെന്റ്. ഓക്കെ, അറേ എന്ന് പറഞ്ഞാല് സെയിം ഡാറ്റ ടൈപ്പ് ഉള്ള ഒരു സെറ്റ് ഓഫ് വാല്യൂസ്. കണ്ടില്ലേ, അറേ ഓഫ് 0, അറേ ഓഫ് 1 എന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറേ ഓഫ് 99 ആണ് 100th എലമെന്റ് വരിക. നെക്സ്റ്റ് വൺ ഈസ് അറേ ഡിക്ലറേഷൻ. അറേ ഡിക്ലറേഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പൊ കണ്ടില്ലേ, ഇന്റ് കാറോ 80 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, കാർ എന്ന് പറയുന്ന ഒരു അറേ, അതിനകത്ത് 80 ലൊക്കേഷൻസ് ഉണ്ട് അല്ലെ, 80 എലമെന്റ്സ് ഉണ്ട് അതിനകത്ത്. അങ്ങനെയാണ് നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്തിട്ട്, അതായത് ഡാറ്റ ടൈപ്പ്, അറേ നെയിം, ദെൻ അതിന്റെ സൈസ്. ഓക്കെ, ഡാറ്റ ടൈപ്പ്, അറേ നെയിം ആൻഡ് അതിന്റെ സൈസ്. ഈ സൈസ് സ്പെസിഫിക്കേഷൻ എങ്ങനെയാ വരുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാല് ഇവിടെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ്സ് എ പ്രോഗ്രാം ടു റീഡ് വാല്യൂസ് ഇൻ ആൻ അറേ. ഒരു അറേനകത്തുള്ള വാല്യൂസിനെ റീഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിവിടെ #include stdio.h കൊടുത്തു. അതിനുശേഷം #define size 5 എന്നാണ് കൊടുത്തു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ, ഗ്ലോബൽ ഡിക്ലറേഷൻസ്. ഗ്ലോബലി ഡിക്ലെയർ ചെയ്താൽ നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ സൈസ് എന്ന് പറയുന്ന ഒരു വാല്യൂന് നമ്മൾ എത്ര കൊടുത്തു? 5 കൊടുത്തു. ഓക്കെ, ദെൻ മെയിൻ കൊടുത്തു, i = 0, ദെൻ ഇന്റ് stud_marks of size എന്ന് കൊടുത്തു. stud_marks എന്ന് പറയുന്നത് എന്താണ്? ഒരു അറേ ഡിക്ലറേഷൻ ആണ്. ഓക്കെ, ഇന്റ് stud_marks of size. ഈ സൈസ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. ഇറ്റ്സ് ഓൾറെഡി ഡിഫൈൻഡ്, ഗ്ലോബൽ ഡിക്ലറേഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? അറേ എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? അതിലെ വാല്യൂസിനെ എൻറ്റർ ചെയ്യണം. So for i = 0, i less than size, i++. എപ്പോഴും അറേയിലുള്ള എലമെന്റ്സിനെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് ആവശ്യമാണ്? ഒരു ഫോർ ലൂപ്പ് ആവശ്യമാണ്. അല്ല, 4 തന്നെ വേണമെന്നില്ല, 4ഓ വൈലോ ഡു വൈലോ ഏതെങ്കിലും ഒരു ലൂപ്പ് ആവശ്യമാണ്. കാരണം എന്താണ്, അറേയില് ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും. അവരെ ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് റീഡ് ചെയ്യുകയും പ്രിന്റ് ചെയ്യുകയും വേണം. അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ വരണമെങ്കിൽ അവിടെ ഒരു റിപ്പീറ്റേഷൻ വേണ്ടി വരും. റിപ്പീറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് ആര് വേണ്ടി വരും? ലൂപ്പ് വേണ്ടി വരും. i = 0, i less than size. സൈസ് എത്രയാണ്? 5 ആണ്. i less than 5, i++. ഇതിലെന്ത് ചെയ്യാണ്? printf element number. എലമെന്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് i+1 കൊടുത്ത എന്താണ്? i = 0 എന്നുള്ളതിനാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. 0th എലമെന്റ് നമ്മൾ പറയില്ല, ഫസ്റ്റ് എലമെന്റ് പറയുള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞു? printf enter the value of element എന്നാണ് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? scanf %d &stud_marks ആണ് നമ്മൾ അറേ ആണ്. &stud_marks of i കൊടുത്തു. ഈ i എന്ന് പറഞ്ഞാൽ എത്രയാ? 0 ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അറേനകത്തുള്ള വാല്യൂ സ്റ്റാർട്ടിങ്ങിൽ ഏതായിരിക്കും? 0 ആയിരിക്കും.
റീഡ് ചെയ്തു, 0 റീഡ് ചെയ്യും. നെക്സ്റ്റ് വീണ്ടും ഇവിടെ പോയിട്ട് 1 2 3 4 വരെ റീഡ് ചെയ്യും. 5 റീഡ് ചെയ്യില്ല, കാരണം എന്താണ്, 5 ലെസ് ദാൻ 5 എന്നുള്ള ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ 5 എലമെന്റ്സ് ആയിട്ടുണ്ടായിരിക്കും. 0 1 2 3 4 വന്നാല് 5 എലമെന്റ്സ് ആയി. ഇനി അവരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? There's a need of for loop. പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഫോർ ലൂപ്പ് വേണമല്ലോ, കാരണം ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ട് അവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ 5 എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എന്ത് വേണം? ഒരു ലൂപ്പ് ആവശ്യമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു അറേനകത്ത് വാല്യൂസിനെ റീഡ് ചെയ്യുന്നതും പ്രിന്റ് ചെയ്യുന്നതും. അതിന്റെ ഔട്ട്പുട്ട് വന്ന് കണ്ടില്ലേ? എലമെന്റ് നമ്പർ 1 enter the value of element നമ്മൾ 11 കൊടുത്തു. എലമെന്റ് നമ്പർ 2 enter the value of element നമ്മൾ 12 കൊടുത്തു. then 13 കൊടുത്തു. then 14 and 15. ഇത് നമ്മൾ പിന്നെ റിസൾട്ട് പറഞ്ഞ എങ്ങനെയാണ്? വാല്യൂ സ്റ്റോർഡ് ഇൻ a of 0 എന്ന് പറഞ്ഞിട്ട് it's 11 12 13 14 and 15. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് അറേന്റെ ഇനീഷ്യലൈസേഷൻ ആണ്. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു അറേക്ക് എന്ത് ചെയ്യാണ്? ഒരു വാല്യൂ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ എങ്ങനെയാ ചെയ്തത്? ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്യാതെ എന്ത് ചെയ്തു? ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാണ് ചെയ്തത് വാല്യൂസിനെ. അപ്പൊ അങ്ങനെയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസിനെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാം? വാല്യൂസും കൂടെ അവിടെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. ആ എക്സാമ്പിൾസ് നോക്കി നോക്കിയേ. int digits of 10. int digits of 10 എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ കൊടുത്തത്? 1 2 3 4 5 6 7 8 9 10. 10 വാല്യൂസ് അവിടെ എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു അല്ലെ? അപ്പൊ അവിടെ എങ്ങനെയാ വരിക? int digits of 0 1, int digits of 1 2, int digits of 2 3. അങ്ങനെയാണ് നമ്മൾ അവിടെ ഡിക്ലറേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അറേസിനെ ഡിക്ലെയർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതുപോലെ നെക്സ്റ്റ് വൺ എന്താണ്? ക്യാരക്ടർ അറേ ഇനീഷ്യലൈസേഷൻ. ക്യാരക്ടർ അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇതുവരെ ഇന്റിജേഴ്സ് വെച്ചിട്ടാണ് ചെയ്തത്. ഇന്റിജേഴ്സ് കൊടുക്കുന്നത് പോലെ തന്നെ ഒരു നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കൊടുക്കും. ക്യാരക്ടേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്താന്ന് പറയാ? സ്ട്രിംഗ് എന്നാണ് പറയാ. ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മളൊരു അറേനകത്ത് കൊടുത്താൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് എ സ്ട്രിംഗ്. അപ്പൊ സ്ട്രിങ്ങിനെ എങ്ങനെയാണ് അവിടെ ഇനീഷ്യലൈസ് ചെയ്തതെന്ന് കാണുന്നുണ്ടല്ലോ. കാർ തിങ് ഓഫ് 3 എന്ന് പറയുന്നത് ടിൻ എന്ന് പറഞ്ഞ് കൊടുത്ത്, അപ്പൊ തിങ് ഓഫ് 0 ടി ആയിരിക്കും, തിങ് ഓഫ് 1 ഐ ആയിരിക്കും, തിങ് ഓഫ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ക്യാരക്ടേഴ്സ് അറേ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അറേന്റെ പ്രോസസ്സിംഗ് ആണ്. എങ്ങനെയാണ് അറേസ് നമ്മൾ ഇനി പ്രോസസ് ചെയ്യേണ്ടതെന്നുള്ളത് അത് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു അറേ തന്നിട്ട് അതിനകത്തുള്ള ലാർജസ്റ്റ് എലമെന്റ് കാണാനുള്ള ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റുമോ? ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് എലമെന്റ് ഇൻ ആൻ അറേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. To find the largest element in an array. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നോ? എല്ലാരും അവിടെ തന്നെ ഇല്ലേ?
അവിടെ ഉണ്ട് മോനെ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയേ. ലാർജസ്റ്റ് എലമെന്റിനെ ആരെ? ബാസിൽ ചാറ്റ് ബോക്സിൽ ഇട്ടില്ലല്ലോ. ഞാൻ ഷെയർ ചെയ്യാം അല്ലേ? പ്രോഗ്രാം നോക്കിയേ. hash include stdio.h, then int main. int main-നകത്ത് int array of 100. അതായത് array of 100 എന്ന് പറഞ്ഞാല് 100 എലമെന്റ്സ് ഉള്ള ഒരു array നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്തു. അതായത് 100 എലമെന്റ്സിന്റെ ഏത് ഡീലിങ്സ് നമുക്ക് ഇനി അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതിന്റെ ഒരു സൈസ്, പിന്നെ ഒരു സി എന്ന് പറയുന്ന ഒരു വാരിയബിളും ഒരു ലൊക്കേഷനും, ഇത്രയും നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്തു. ഇത് നമുക്ക് എന്ത് ചെയ്യണം? എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് എന്ന് എൻട്രി ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു? പ്രിന്റ് എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ആൻ അറേ. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ scanf %d ആംപേഴ്സൻഡ് സൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇന്റിജേഴ്സിനെ എൻറ്റർ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഫോർ ലൂപ്പില് c equal to 0, c less than size, c++. അതായത് എത്രയാണോ നമ്മൾ സൈസ് കൊടുത്തത് അത്രയും നമ്പർ ഓഫ് ഇന്റിജേഴ്സിനെ എൻറ്റർ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി scanf %d ആംപേഴ്സൻഡ് array of c കൊടുത്തു. അപ്പൊ നമ്മൾ എത്രയാണോ സൈസ് കൊടുത്തത് അത്രയും എലമെന്റ്സിനെ അവിടെ എന്ത് ചെയ്തു? റീഡ് ചെയ്തു. ഓക്കെ, ഇനി അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മാക്സിമം എലമെന്റ് കാണാം. മാക്സിമം എലമെന്റ് നമ്മൾ എങ്ങനെ കാണും? ഓരോ എലമെന്റ് എടുത്തിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അത് ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും കമ്പയർ ചെയ്യാം. എന്നിട്ട് അതിൽ ഫസ്റ്റ് എലമെന്റ് ആണ് ചെറുത്, ലാസ്റ്റ് എലമെന്റ് വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാം. അങ്ങനെ സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് മാക്സിമം എലമെന്റ് എന്ന് പറയുന്നത് ഏത് ലൊക്കേഷനിലാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പൊ array of c എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ array of ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൊക്കേഷനിലേക്ക് c എന്ന് പറയുന്ന ഒരു വാരിയബിൾ കൊടുക്കാം. ഏറ്റവും വലുത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? അവിടെ ഇടയ്ക്കുള്ള ഓരോന്നും തമ്മിൽ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മാക്സിമം എലമെന്റ് കണ്ടുപിടിക്കേണ്ടത്.
ഇതേ ലോജിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിനിമം എലമെന്റും കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേസ് ആണ്. മൾട്ടി ഡയമെൻഷണൽ അറേസ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരൊറ്റ ഒന്നായിട്ടല്ലാണ്ട് ഇപ്പൊ നമ്മളെ മെട്രിക്സ് ഒക്കെ വരുന്ന പോലെ ഒന്നിൽ കൂടുതൽ എലിമെന്റ്സ് വരാം. അതിനാണ് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാം. 3 റോസും 3 കോളംസും ഉള്ളൊരു ബോക്സ് അവിടെ കാണാം. അതിൽ ഫസ്റ്റ് വൺ 0 0. ബുക്ക് കാണാവോ? കാണാം. ഇവിടെ നമ്മൾ അറേ ഡിക്ലറേഷൻ കൊടുക്കുമ്പോ നമ്മൾ ഫസ്റ്റ് വൺ കൊടുത്തപ്പോ എങ്ങനെയാ കൊടുത്തത്? ഏതെങ്കിലും ഒരു അറേ ഇന്റ് അറേയോ ഏതെങ്കിലും ഒരു സൈസ് അല്ലെ, 5ഓ 6ഓ ഏതെങ്കിലും ഒരു സൈസ് കൊടുത്തു. അപ്പൊ നമ്മള് മൾട്ടി ഡയമെൻഷനിൽ വരുമ്പോ എന്ത് ചെയ്യണം? ഒരു സൈസും കൂടെ കൊടുക്കണം. അതൊരു നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും വേണ്ടി വരും. അപ്പൊ ഇന്റെ അറേ ഓഫ് 5 5 എന്ന് കൊടുത്താൽ എന്തായി? 5 റോസും 5 കോളംസും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇതിൽ കുറവുള്ളത് എൻറ്റർ ചെയ്യാം, കൂടുതലുള്ളത് എൻറ്റർ ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെയാവുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു മെട്രിക്സിനെ റീഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. മെട്രിക്സിനെ റീഡ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ ഹാഷ് ഇൻക്ലൂഡ് കൊടുക്കുന്നു അല്ലെ, ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം? ഒരു മെയിൻ ഫംഗ്ഷൻ കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം അല്ലെ. ഇന്റ് അവിടെ നിൽക്കട്ടെ, വാരിയബിൾസ് നമുക്ക് വഴിക്കേ കൊടുക്കാം. എന്താ നമ്മളോട് പറയുന്നത്? എൻ്റർ ദ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? പ്രിന്റ് എൻ്റർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. റോസ് ആൻഡ് കോളംസ് എൻ്റർ ചെയ്യണ്ടേ നമുക്ക് അല്ലെ. അപ്പൊ നമുക്ക് മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റ് മെട്രിക്സ് ഓഫ് 10 10 എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സിനെ അവിടെ ഡിക്ലെയർ ചെയ്ത് വെക്കാം. റോസ് ആൻഡ് കോളംസ് സ്കാൻഫ് എന്ത് ചെയ്യണം? %d ആംപേഴ്സൻഡ് റോ ആംപേഴ്സൻഡ് കോളം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? റോയും കോളവും ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഇനി റോയും കോളവും എൻ്റർ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യണം? ഒരു മെട്രിക്സിലുള്ള വാല്യൂസ് എൻ്റർ ചെയ്യണം. വാല്യൂസ് എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് റോസ് ആൻഡ് കോളംസ് 2 2 ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിൽ നമ്പർ ഓഫ് എലിമെന്റ്സ് എത്ര ആയിരിക്കും? ഇതിപ്പോ റോ 2ഉം കോളം 2ഉം ആണെങ്കിൽ നമുക്ക് എത്ര എണ്ണം എൻ്റർ ചെയ്യണം? 2 into 2 അല്ലെ, 4 എലിമെന്റ്സ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ പോയിട്ട് എൻ്റർ ദ എലിമെന്റ്സ്, എൻ്റർ എലിമെന്റ്സ് എന്ന് കൊടുത്തു. എലിമെന്റ്സ് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഫോർ ലൂപ്പ് ഫോർ i equal to 0, i less than റോ i plus plus അല്ലേ. അപ്പൊ i എന്ത് ചെയ്യണം? ഇവിടെ ഡിക്ലെയർ ചെയ്യണം. ഇനി ഫോർ j equal to 0, j less than കോളം j plus plus. അപ്പൊ ആരും ഡിക്ലെയർ ചെയ്തു? ജെനെ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? സ്കാന് %d ആംപേഴ്സൻഡ് ഏതാണ്? മാറ്റ് ഓഫ് i j. ലൂപ്പ് ക്ലോസ് ചെയ്യാം.
ഒരു പ്രോഗ്രാം റെഡി ആയിട്ടുണ്ടോ? ഇത് മനസ്സിലായിട്ടുണ്ടോ? എല്ലാരും പോയോ? ആദി, ബാക്കിയുള്ളവർ പോയോ പ്രോഗ്രാം കാണിച്ചപ്പോഴത്തേക്കും? ഇത്രയും നേരം റെസ്പോണ്ട് ചെയ്തോണ്ടെന്നാണല്ലോ ആദി. ആ ആദി ഗോകുൽദാസ് ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട് മിസ്. ഈ പ്രോഗ്രാം ക്ലിയർ ആണോ? ആ ആ കേട്ടിരുന്നോ പറഞ്ഞത്? ഓ ഓക്കെ, അങ്ങനെയാണ്. ഇപ്പൊ റീഡിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഈ മെട്രിക്സിന് എങ്ങനെയാ പ്രിന്റ് ചെയ്യാം? മെട്രിക്സിനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ഡയമെൻഷണൽ അറേ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും 2 ഫോർ ലൂപ്പ് ഇട്ടിട്ട് തന്നെ വേണം ഇതിനെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, വീണ്ടും നമ്മള് ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ റോ, ഐ പ്ലസ് പ്ലസും, ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ കോളം, ജെ പ്ലസ് പ്ലസും കൊടുത്തിട്ട് ഈ സ്കാനഫിന് പകരം എന്ത് കൊടുക്കണം? പ്രിന്റ് %d ആംപേഴ്സൻഡ് മാറ്റ് ഓഫ് ഐ ജെ എന്ന് പറഞ്ഞ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 2 ഡയമെൻഷണൽ അറേനെ പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ ഡിക്ലറേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രിങ്സ് ആണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെ? അറേ ഓഫ് ക്യാരക്ടേഴ്സിന് നമുക്ക് എന്തെന്ന് പറയാം? സ്ട്രിങ് എന്ന് പറയാം. ഇപ്പൊ സ്ട്രിങ് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ അറേ ഡിക്ലെയർ ചെയ്യുന്നിടത്ത് ഇന്റ് കൊടുത്തതിന് പകരം എന്ത് കൊടുത്താൽ മതി? കാർന്ന് കൊടുത്താൽ മതി. ഓക്കെ, ക്യാരക്ടറിന്റെ CHAR കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? ആ ഒരു അറേനെ സ്ട്രിങ് ആണെന്ന് പറയാം. ഇവിടെ കണ്ടില്ലേ? കാർ നെയിം ഓഫ് 20. കാർ നെയിം ഓഫ് 20 എന്ന് പറഞ്ഞാല് 20 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു അറേ, അതിനെയാണ് കാർ നെയിം ഓഫ് 20 എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ക്യാരക്ടേഴ്സ് 20 ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതെന്തായി? ഒരു സ്ട്രിങ് ആയി. കാർ അഡ്രസ് ഓഫ് 25, കാർ സിറ്റി ഓഫ് 15. ഇതൊക്കെ എന്താണ്? ഓരോ സ്ട്രിങ്ങിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ അറേനെ ഇനീഷ്യലൈസ് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാം? സ്ട്രിങ്ങിനെ ഇനീഷ്യലൈസ് ചെയ്യാം. സ്ട്രിങ്ങിനെ ഇപ്പോൾ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളത് കാർ നെയിം ഓഫ് 8 എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാമില് ഓരോന്നും സിംഗിൾ കോട്ട്സിലാണ് കൊടുക്കേണ്ടത്. അത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയൊക്കെ സിംഗിൾ കോട്ട്സിലാണ് കൊടുക്കേണ്ടത്. അതിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ അറേന്റെ പേര് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് കൊടുത്തത്. കാർ നെയിം ഓഫ് 8 എന്നുള്ളിടത്ത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് കൊടുത്തത്. പക്ഷെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് കൊടുത്തത്? അവിടെ കേളി ബ്രാക്കറ്റ് ആണ് കൊടുത്തത്. അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ 8 ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ PROGRAM എത്ര എണ്ണേ ഉള്ളൂ? 7 എണ്ണേ ഉള്ളൂ. അപ്പൊ ബാക്കി ഒരെണ്ണം വരുന്നിടത്ത് എന്തുണ്ടായിരിക്കും? ഒരു നൾ ക്യാരക്ടർ ഉണ്ടായിരിക്കും. അപ്പൊ അതും കൂടെ അവിടെ സ്പെസിഫൈ ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്ട്രിങ്ങിന്റെ കുറച്ച് ഫങ്ഷൻസ് ആണ്. സ്ട്രിങ് ഫങ്ഷൻസ്, ഇത് അറേ ഓഫ് സ്ട്രിങ്സ് ആണ്. അറേ ഓഫ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു മൾട്ടി ഡയമെൻഷണൽ അറേനെ കാണിച്ചു തന്നില്ലേ? അതുപോലെ തന്നെയാണ് ഈ അറേ ഓഫ് സ്ട്രിങ്സും വരുന്നത്.
അതൊക്കെ നിങ്ങൾ തിയറി പോർഷൻസ് ആയിട്ട് വായിക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്ട്രിംഗ് ഫങ്ഷൻസ് ആണ്. സ്ട്രിംഗ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതാ ഫസ്റ്റ് വൺ വരുന്നത് strlen. strlen എന്ന് പറഞ്ഞാല് സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാനുള്ള ഒരു പ്രോഗ്രാം ആണ് strlen എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുന്ന സമയത്ത് പേപ്പർ കാണുന്നില്ലേ? കാണുന്നില്ല? എല്ലാരും ഇല്ലേ മീറ്റിംഗില്? സിൻഷ, ഉണ്ട് മിസ്. ഓക്കെ. നമ്മള് സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാ പോലെ തന്നെ ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുത്തതിന് കൂടെ തന്നെ നമുക്ക് എന്തും കൂടെ കൊടുക്കേണ്ടി വരും? ഹാഷ് ഇൻക്ലൂഡ് string.h കൂടെ കൊടുക്കണം. string.h അതും കൂടെ ഇൻക്ലൂഡ് ചെയ്താലേ നമുക്ക് ഗെറ്റസ് പുട്ടസ് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഹാഷ് ഇൻക്ലൂഡ് string.h കൊടുക്കാം, അതിന്റെ കൂടെ ഹാഷ് ഇൻക്ലൂഡ് stdio.h കൂടെ കൊടുക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഉം ഹാഷ് ഇൻക്ലൂഡ് string.h ഉം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മെയിൻ ഫംഗ്ഷൻ കൊടുക്കുന്നു. ഇനി അതിനകത്ത് നമ്മൾക്ക് എന്ത് ചെയ്യണം? രണ്ട് സ്ട്രിങ്സിനെ ഇനീഷ്യലൈസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കാർ നെയിം ഓഫ് 20 എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ഇനി എന്ത് ചെയ്യാൻ പോവാണ്? പ്രിന്റ് എൻ്റർ ദ സ്ട്രിങ്. എൻ്റർ ദ സ്ട്രിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കാൻഎഫ് വെച്ചിട്ട് വേണമെങ്കിൽ അതിനെ റീഡ് ചെയ്യാം. സ്കാൻഎഫ് %s k, ആംപേഴ്സൻഡ് നെയിം. സ്കാൻഎഫ് %s ആംപേഴ്സൻഡ് നെയിം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ റീഡ് ചെയ്യാം. ഇനി ഈ സ്കാൻഎഫിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗെറ്റസ് യൂസ് ചെയ്യാം. ഗെറ്റസ് ഓഫ് നെയിം എന്ന് പറഞ്ഞിട്ടും യൂസ് ചെയ്യാം. ഗെറ്റസ് ഓഫ് നെയിം, ഗെറ്റസ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങള് എൻ്റർ ദ സ്ട്രിങ് കൊടുത്തു, സ്ട്രിങ്ങിനെ റീഡ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്? ആ സ്ട്രിങ്ങിന്റെ പേര് ജസ്റ്റ് വെറുതെ ഒന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ദ എൻ്റേർഡ് സ്ട്രിങ് ഈസ്. നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് %s, നെയിം എന്ന് പറഞ്ഞ് കൊടുക്കാം. പ്രിന്റ് %s, നെയിം എന്ന് പറഞ്ഞ് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാം? ഈ ഒരു മെത്തേഡ് ഇല്ലെങ്കിൽ പുട്ടസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുക്കാം. പുട്ടസ് ഓഫ് നെയിം. പുട്ടസ് ഓഫ് നെയിം. ഓക്കെ, അപ്പൊ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡും കൂടെ ഓർത്ത് വെക്കാം. stdio.h കൂടാതെ string.h കൊടുക്കാം. അതുപോലെ തന്നെ സ്കാൻഎഫിന് പകരം ഗെറ്റസും പ്രിന്റ്എഫിന് പകരം പുട്ടസും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫങ്ഷൻസ് ഏതാണെന്നുള്ളത് പഠിക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞത് strlen. strlen എന്ന് പറഞ്ഞാല് സ്ട്രിങ്ങിന്റെ ലെങ്ത് കിട്ടാനുള്ള പ്രോഗ്രാമാണ്. ഇവിടെ കാണുന്നുണ്ടല്ലോ പ്രോഗ്രാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h, string.h, then മെയിൻ ഫംഗ്ഷൻ. മെയിൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? കാർ നെയിം ഓഫ് 80. നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിങ്, 80 ക്യാരക്ടേഴ്സ് ഉള്ള നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് അവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു? ഇന്റ് ലെങ്ത്. കാരണം എന്താണ്? ലെങ്ത് എപ്പോഴും ഇന്റിജർ ആയിരിക്കും. ഓക്കെ, ദെൻ പ്രിന്റ് എൻ്റർ യുവർ നെയിം. നിങ്ങളെ പേരെന്താണോ അത് എൻ്റർ ചെയ്തു. അതിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെറ്റസ് ഓഫ് നെയിം യൂസ് ചെയ്തു. ഗെറ്റസ് ഓഫ് നെയിം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ പേരെന്തായി? കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാനുള്ള ഒരു സമയം കഴിഞ്ഞു.
ഇനി എന്ത് കിട്ടണം? ലെങ്ത് കിട്ടണം. ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ str_len ഓഫ് നെയിം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ജസ്റ്റ് അവിടെ റീഡ് ചെയ്ത് കൊടുക്കാം. ഈ str_len ഓഫ് നെയിം ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആര് ഇവിടെ കൊടുത്തിട്ടുള്ളത്? string.h അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ലെങ്ത് ഈക്വൽ ടു str_len ഓഫ് നെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിന്റെ ലെങ്ത് എത്രയാണോ അത് ഈ ഒരു ലെങ്ത് പറയുന്ന ഒരു വാരിയബിളിലേക്ക് സ്റ്റോർ ആവും. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ആ ഒരു ലെങ്ത് ജസ്റ്റ് അവിടെ പ്രിന്റ് ചെയ്ത് കൊടുത്താൽ മതി. പ്രിന്റ് യുവർ നെയിം ഹാസ് ഡാഷ് ക്യാരക്ടേഴ്സ്. എന്നിട്ട് എത്ര എണ്ണം ഉണ്ട്? ലെങ്ത് അല്ലെ, %d കൊടുത്താൽ മതി. ബിക്കോസ് എന്താണ്? ലെങ്ത് ഇവിടെ ഇന്റിജേഴ്സ് ആണ്. സോ പ്രിന്റ് യുവർ നെയിം ഹാസ് %d ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ ആ %d എന്നുള്ളടത്ത് എന്ത് ഫില്ല് ചെയ്യുന്നു? ലെങ്ത് ഫില്ല് ചെയ്യുന്നു. ഇതാണ് str_len ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ എന്താണ്? strcpy. cpy എന്ന് പറഞ്ഞാല് കോപ്പി ഫംഗ്ഷൻ ആണ്. കോപ്പി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ രണ്ട് സ്ട്രിങ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് കൊടുക്കുന്ന സ്ട്രിങ്ങിലേക്ക് സെക്കൻഡ് സ്ട്രിങ് കോപ്പി ചെയ്യും. പിന്നെ strcpy ഓഫ് str1, str2 എന്നാണെങ്കിൽ str1ലേക്ക് str2 ആണ് കോപ്പി ആവുക. അതെപ്പോഴും അവിടെ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഫസ്റ്റിലേക്കാണ് സെക്കൻഡ് നെയിം കോപ്പി ആവുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് str.h സ്ട്രിങ് ദെൻ മെയിൻ ഫംഗ്ഷൻ. എന്ത് ചെയ്തു? രണ്ട് നെയിം ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞ രണ്ട് സ്ട്രിങ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാർ ഫസ്റ്റ് ഓഫ് 18, സെക്കൻഡ് ഓഫ് 18. അതിനുശേഷം എന്ത് ചെയ്യുന്നു? പ്രിന്റ് എൻ്റർ എ സ്ട്രിങ്. സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് കൊടുത്തത്? ഫസ്റ്റ് സ്ട്രിങ് ആണ് കൊടുത്തത്. ഓക്കെ, ഗെറ്റസ് ഓഫ് ഫസ്റ്റ്. അത് ശ്രദ്ധിക്കുക, അവിടെ ഫസ്റ്റ് സ്ട്രിങ് ആണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? strcpy ഓഫ് സെക്കൻഡ് ഫസ്റ്റ്. അപ്പൊ എന്ത് ചെയ്തു? ആദ്യം കൊടുത്തേക്കുന്ന ഏതാണ്? സെക്കൻഡ് എന്ന് പറയുന്ന സ്ട്രിങ് അല്ലേ? ഈ സെക്കൻഡ് എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്ക് ഫസ്റ്റ് സ്ട്രിങ് എന്തായി? കോപ്പി ആയി. ഇനി നമ്മളവിടെ സെക്കൻഡ് സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് അത് വരും? ഫസ്റ്റ് സ്ട്രിങ്ങിലെ കണ്ടന്റ് എന്താണോ അത് വരും. അതാണ് strcpy എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് strcmp. strcmp എന്ന് പറഞ്ഞാല് ഈസ് യൂസ്ഡ് ഫോർ ദ കമ്പാരിസൺ. കമ്പാരിസണ് വേണ്ടിയിട്ട് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളിതാ n എന്ന് പറയുന്ന ഒരു വാല്യൂ അവിടെ ഉണ്ട്. n ഈക്വൽ ടു strcmp ഓഫ് str1ഉം str2ഉം കൊടുത്തു. str1ഉം str2ഉം കൂടെ അവിടെ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്തിട്ട് വാല്യൂ 0 ആണെങ്കിൽ എന്തായിരിക്കും? ദേ ആർ ഈക്വൽ. ഓക്കെ, വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് ഈക്വൽ. അങ്ങനെയാണ് പ്രോഗ്രാം വരുന്നത്. ഇവിടെ നോക്കിക്കോ, ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് string.h. എന്ത് ചെയ്തു? ഒരു മെയിൻ ഫംഗ്ഷൻ നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് രണ്ട് സ്ട്രിങ്സിനെ റീഡ് ചെയ്തു. ദെൻ വാല്യൂ എന്ന് പറഞ്ഞിട്ട് വേറൊരു വാരിയബിളും കൂടെ കൊടുത്തു. ഫസ്റ്റ് സ്ട്രിങ് എൻ്റർ ചെയ്തു, സെക്കൻഡ് സ്ട്രിങ് എൻ്റർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ വാല്യൂ എന്നുള്ള ഒരു വാരിയബിളിലേക്ക് നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്ത വാല്യൂനെ എൻ്റർ ചെയ്ത് കൊടുക്കാം. strcmp ഫസ്റ്റ് സെക്കൻഡ്. ഫസ്റ്റ് സെക്കൻഡും കൊടുത്ത് ആ വാല്യൂ 0 ആണെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈഫ് എൽസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇഫ് വാല്യൂ 0 ആണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ബോത്ത് സ്ട്രിങ്സ് ആർ ഈക്വൽ. വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താണ്? ഫസ്റ്റ് സ്ട്രിങ് ഈസ് സ്മോളർ. വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലോ ഫസ്റ്റ് സ്ട്രിങ് ഈസ് ബിഗർ. അത് നോട്ട് ഈക്വൽസ് ആണ് അർത്ഥം. ഓക്കെ, അപ്പൊ ലെസ് ദാൻ 0 ആണെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ് സ്മോളർ ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ് ബിഗർ ആണ്. അതാണ് നമ്മുടെ strcmp ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് strcat. കാറ്റ് എന്ന് പറഞ്ഞാല് കോൺകാറ്റിനേഷൻ ആണ്. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാല് കമ്പൈൻ ചെയ്യാം. രണ്ടോ മൂന്നോ സ്ട്രിങ്സിനെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കാറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. കോൺകാറ്റിനേഷൻ. ഇവിടെയും സെയിം strcat ഓഫ് കാറ്റ് string 1, string 2 എന്ന് കൊടുത്താൽ എന്താണ്? രണ്ട് സ്ട്രിങ്സിനെ കമ്പൈൻ ചെയ്യും.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ str.h ഉം സ്ട്രിങ്ങും കൊടുത്തു, ഫസ്റ്റും സെക്കൻഡും കൊടുത്തു, ഒരു സ്ട്രിങ് എൻ്റർ ചെയ്തു, ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ് എൻ്റർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? str cat of ഫസ്റ്റ് കോമ സെക്കൻഡ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചാല് ഇതിനെ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഫസ്റ്റും സെക്കൻഡും കമ്പൈൻ ചെയ്തിട്ട് ആ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ഫസ്റ്റിലായിരിക്കും. ഫസ്റ്റും സെക്കൻഡും ജോയിൻ ചെയ്തതിന് ശേഷം അവരുടെ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ്ങിനകത്തായിരിക്കും. ഓക്കെ, ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? രണ്ട് സ്ട്രിങ്സും കൂടെ ജോയിൻ ചെയ്തിട്ട് ഏതാണെന്നാണ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് ആണെന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നോക്കിയേ. ഫസ്റ്റ് സ്ട്രിങ് ബൊറെക്സ്, സെക്കൻഡ് വൺ ബാങ്ക്സ്. അപ്പൊ എന്ത് വന്നു? രണ്ട് സ്ട്രിങ് കൂടെ ജോയിൻ ചെയ്തിട്ട് ബൊറെക്സ് ബാങ്ക്സ് എന്ന് വന്നു. ഓക്കെ, നെക്സ്റ്റ് സ്ട്രിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് strLWR ഫംഗ്ഷൻ ആണ്. ലോവർ ഫംഗ്ഷൻ, അതായത് ഒരു സ്ട്രിങ് അപ്പർ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അതിന് ലോവർ മാം മ്യൂട്ടായോ? നെറ്റ് കട്ടായി പോയതാണോ? ആ, ഓക്കെ. ഓക്കെ, അപ്പൊ strLWR എന്ന് പറഞ്ഞാല് നമ്മളെ സ്ട്രിങ്ങിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിന്റെ പ്രോഗ്രാം ആണ് ഇവിടെ കണ്ടത്. ഫസ്റ്റ് സ്ട്രിങ് കാർ ഫസ്റ്റ് ഓഫ് 80 എൻ്റർ ദ സ്ട്രിങ്, ദെൻ ഗെറ്റസ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്തു? റീഡ് ചെയ്തു. അതിന്റെ ലോവർ കേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ strLWR ഓഫ് ഫസ്റ്റ്. അപ്പൊ ലോവർ കേസിന് strLWR ആണെങ്കിൽ ഇനി അപ്പർ കേസിന് എന്തായിരിക്കും? strUPR. ഓക്കെ, strUPR എന്ന് പറയുന്നത് അപ്പർ കേസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് str റിവേഴ്സ്. str റിവേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു സ്ട്രിങ് കൊടുത്താല് അതിന്റെ നേരെ റിവേഴ്സ് കിട്ടാൻ. ഇപ്പൊ ഹെലോ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? OLLEH എന്ന് കണ്ടിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിവേഴ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതും സെയിം തന്നെ. std.h ഉം string.h ഉം കൊടുത്തു. ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് അതിന് നമ്മൾ എൻ്റർ ചെയ്തു. റിവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? str റിവേഴ്സ് ഓഫ് ഫസ്റ്റ് കൊടുക്കാം. str റിവേഴ്സ് ഓഫ് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിന്റെ നേരെ റിവേഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. നെക്സ്റ്റ് വൺ ഈസ് strPSN. strSPN. SPN എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു സ്ട്രിങ്ങിന്റെ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ strSPN യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രോഗ്രാം നോക്കി നോക്കിയേ. stdio.h ഉം string.h ഉം കൊടുത്തു. ഫസ്റ്റും സെക്കൻഡും സ്ട്രിങ് കൊടുത്തു. ഫസ്റ്റ് സ്ട്രിങ് എൻ്റർ ചെയ്തു, സെക്കൻഡ് സ്ട്രിങ് എൻ്റർ ചെയ്തു. ദെൻ എന്ത് ചെയ്തു? മാച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആഫ്റ്റർ പെർസെൻറ്റേജ് d characters there is no match എന്നിട്ട് strSPN ഫസ്റ്റും സെക്കൻഡും കൂടെ കമ്പയർ ചെയ്തിട്ട് രണ്ടിലും ഒരേപോലെയുള്ള പൊസിഷൻസ് വരുന്നത് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, ഇവിടെതാ എന്റെ ഫസ്റ്റ് സ്ട്രിങ്, എന്റെ സെക്കൻഡ് സ്ട്രിങ്. അപ്പൊ എന്ത് ചെയ്തു? ആഫ്റ്റർ 4 characters there is no match. കാരണം എന്താണ്? അലക്സാണ്ടറും അലക്സ് സ്മിത്തും ആണ്. അതില് അലക്സ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടിലും സെയിം ആ. ALEX ഫസ്റ്റ് 4 characters അവിടെ എന്തുണ്ട്? മാച്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തില്ല? there is no match.
അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ %d characters there is no match. നെക്സ്റ്റ് വൺ പറയുന്നത് strncpy. ncpy എന്ന് പറഞ്ഞാല് നിങ്ങൾ കൊടുക്കുന്ന അത്രയും വാല്യൂസിനെ മാത്രം കോപ്പി ചെയ്യാം. നമ്മൾ strcpy ആണെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ മൊത്തമായിട്ട് ഇങ്ങോട്ട് കോപ്പി ചെയ്യാണ് ചെയ്തത്. ഇവിടെ എങ്ങനെയാണ്, നിങ്ങൾ അവിടെ 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 10 ക്യാരക്ടേഴ്സ് ഓഫ് സ്ട്രിങ് മാത്രം എന്ത് ചെയ്യും, സ്ട്രിങ്ങിലെ നമ്മൾ ഏത് സ്ട്രിങ്ങിലേക്കാണോ കോപ്പി ചെയ്യേണ്ടത് അതിലേക്ക് കോപ്പി ആവും. 10 കൊടുത്തു കഴിഞ്ഞാൽ str1ലേക്ക് str2ന്റെ 10 ക്യാരക്ടേഴ്സിനെ മാത്രം എന്ത് ചെയ്യും, കോപ്പി ചെയ്യും. ഇനി stricmp എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് കേസിനെ ഇഗ്നോർ ചെയ്യാം. ലോവർ കേസിനെയും അപ്പർ കേസിനെയും ഇഗ്നോർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ stricmp എന്ന് പറയുന്നത്. ഓക്കെ, strncmp എന്ന് പറഞ്ഞാല് എങ്ങനെയാണ്, നമ്മുടെ സാധാ കമ്പാരിസൺ തന്നെ ഇതുപോലെ തന്നെ ഫസ്റ്റ് 10 ക്യാരക്ടേഴ്സ് മാത്രം കമ്പയർ ചെയ്യാം. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണോ അത്രയും നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ മാത്രം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ncmp യൂസ് ചെയ്യുന്നത്. ഇനി strchr ആണെങ്കിൽ എന്താണ്, നമ്മളവിടെ occurrences നമ്മൾ അഡ്രസ് വെച്ചിട്ട് നമ്മൾ പോയിന്റർ ബേസിലാണ് അത് ചെയ്യുന്നത്. പോയിന്റേഴ്സിന്റെ ബേസിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ strchr എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് occurrences ഓഫ് ദ ക്യാരക്ടേഴ്സിനെ മാത്രം എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാം. നെക്സ്റ്റ് വൺ strset. strset എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു സ്ട്രിങ്ങിനെ കൊടുക്കുക, എന്നിട്ട് ആ സ്ട്രിങ്ങിനെ നമ്മൾ സെക്കൻഡ് കൊടുക്കുന്ന സ്ട്രിങ് വെച്ചിട്ട് റീസെറ്റ് ചെയ്യാം. അതിനാണ് strset എന്നാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ കൊടുത്ത ക്യാരക്ടേഴ്സിനെ നമ്മൾ പിന്നെ കൊടുക്കുന്ന ക്യാരക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, റീപ്ലേസ് ചെയ്യാം. ഇതാണ് strset യൂസ് ചെയ്യുന്നത്. ദെൻ strncat. strncat എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ നേരത്തെ കോപ്പി ചെയ്യുമ്പോൾ n കോപ്പി പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് മാത്രം കോപ്പി ചെയ്യുന്നു. അതുപോലെ തന്നെ strncat ആണെങ്കിൽ നമ്മൾ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണോ കൊടുത്തത് അത്രയും നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ മാത്രം എന്ത് ചെയ്യും, ഇതുമായിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്യാം. then strupr നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പർ കേസിലേക്ക് മാറ്റാൻ. str എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഈ ഒരു സെക്കൻഡ് സ്ട്രിങ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് സ്ട്രിങ് അല്ലേ, ഓക്കെ, അപ്പൊ അതിനകത്തുള്ള ഒരു ക്യാരക്ടർ പോയിന്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ str യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ സ്ട്രിങ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ വെച്ചിട്ടുള്ള ഓരോ പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഫങ്ഷൻസ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾ പ്രോഗ്രാംസ് ചെയ്ത് നോക്കുക കേട്ടോ. ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ടർബോ C++ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ ലെഫ്റ്റ്. സാർ ഞാൻ ലെഫ്റ്റ് ചെയ്തോട്ടെ. ഹലോ സാറേ, ഹലോ റസാഖ് സാറേ, ഹലോ ഹലോ റസാഖ് സാറേ, കേൾക്കുന്നുണ്ടോ?
ഹലോ ഹലോ